മതേതരം, മതസൗഹാർദ്ദം, മതസഹിഷ്ണുത എന്നുള്ള വായ്ത്താരി മാത്രം പോരാ. തെറ്റിനെ തെറ്റെന്ന് പറയാൻ എന്താ തെറ്റ് എന്താ ശരി എന്നറിയണ്ടേ? കേരളത്തിലെ മലമുറിച്ചൊരു നങ്ങേരി ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ നങ്ങേരിയെ കണ്ടെത്താനും നങ്ങേരിക്ക് സ്മാരകം ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റിന് കോടികൾ വെക്കാനും ഒക്കെ ശ്രമിച്ച നങ്ങേരിയുടെ വിദേശത്തു നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ച് പഠിപ്പിച്ചിരുന്ന നളന്ദ സർവകലാശാല കത്തിച്ച ആ ഇന്ത്യയാണ് വീണ്ടെടുക്കേണ്ടത്. അത് മുറിപ്പാടുകൾ വികസിപ്പിക്കാനേ കൂടൂ, അത് മുറിവിൽ നിന്ന് രക്തം വാർക്കാനേ കൂടൂ. നമുക്ക് വേണ്ടത് ആ ഇന്ത്യയല്ല, നമുക്ക് വേണ്ടത് ഇന്ന് നളന്ദ കണ്ണുമിഴിക്കുന്ന ഭാരതമാണ്. നളന്ദ ഉയരുന്നത് ഇനി ഒരു മുഹമ്മദ് ബക്തിയാർ ഖിൽജി ഉണ്ടാകാതിരിക്കാനാണ്. മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ പിന്മുറക്കാരല്ല ഇന്ന് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ആരും. അവരാരും ആ പാപത്തിന് ഉത്തരം പറയണ്ട. പക്ഷെ അത് കേമത്തമായി പറയാതിരിക്കണം. കേമത്തമായി പറയുമ്പോൾ അത് മുറിവുണ്ടാക്കും. അയോധ്യാപതി രാമനെയാണ് പ്രതിഷ്ഠിക്കുന്നത്, ദാശരഥി രാമനെയാണ് പ്രതിഷ്ഠിക്കുന്നത്, കൗസല്യാതനയൻ രാമനെയാണ് പ്രതിഷ്ഠിക്കുന്നത്, സീതാപതി രാമനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെയും രാമനെയല്ല പ്രതിഷ്ഠിക്കുന്നത്. മുഹമ്മദ് ബിൻ കാസിം ചെയ്തതിന് കഴുത്തറത്ത് ദില്ലിയിലേക്ക് കൊടുത്തയച്ചതിന് വിഗ്രഹാരാധകരെ ഇല്ലാതാക്കി എന്ന് പറയുന്നതിലും ഉത്തരവാദി മുഹമ്മദ് ബിൻ കാസിമാണ്. ഇന്നിവിടെയുള്ള ഒരു മുസ്ലിമും അല്ല. പക്ഷെ മുഹമ്മദ് ബിൻ കാസിം ഞങ്ങളുടെ പൂർവ്വപിതാവാണെന്ന് മസ്ലിം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മുറിവുകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. 17 വട്ടം സോമനാഥ ക്ഷേത്രം അടക്കമുള്ള ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ളയടിച്ചു പോയ മുഹമ്മദ് ഗസ്നി, ആ ഗസ്നിയെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഇന്നുള്ള മുസ്ലിങ്ങളെ. ഒരിക്കൽ കൂടി ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ, ഈ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ വെളിപ്പെടുത്തട്ടെ. ഒരു നൂറ്റാണ്ടും ഒരു വ്യാഴവട്ടവും പൂർത്തിയാക്കി നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ഹിന്ദുവുമായി ബന്ധപ്പെട്ട, ഇവിടുത്തെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ. ഏതായാലും 112ാമത് വർഷത്തിലെത്തുമ്പോൾ ഏതായാലും നമുക്ക് ഹിന്ദുക്കൾക്ക് ഇതൊക്കെ കൂടുതൽ കാണണമെന്നും കേൾക്കണമെന്നും ഒക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സദസ്സ് തെളിയിക്കുന്നു. ഈ സദസ്സാണ് എൻ്റെ വിഷയത്തിൻ്റെ പറയാനുള്ള ഏറ്റവും വലിയ വിശദീകരണം. ഈ സദസ്സാണ് എന്ന് ഞാൻ പറയട്ടെ. ഭാരതം ഉണരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ സദസ്സിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം എന്ന്. കാരണം കുറച്ചു കാലമായി നേരിട്ട് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ നിങ്ങളുമായി പറയുകയാണ്. ഇവിടെ സാധാരണ നമുക്കറിയാം, ഒരു പ്രഭാഷണം, ഒരു പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഉണർത്താനാണ് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഇപ്പം ഞാൻ പ്രഭാഷണമാണോ നടത്തേണ്ടത്, താരാട്ടാണോ പാടേണ്ടത് എന്നുള്ളൊരു സംശയം. കാരണം ഉണർത്തുകയാണോ വേണ്ടത്, ഉറക്കുകയാണോ വേണ്ടത്, ഇതെല്ലാം സമയാസമയത്ത് നടന്നാൽ മാത്രമേ ഉള്ളൂ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാൻ സാധിക്കുള്ളൂ. വ്യക്തിക്കും സമൂഹത്തിനും ഒക്കെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തണമെങ്കിൽ ഇതൊക്കെ സമയാസമയത്ത് നടക്കണം. അപ്പോൾ പലർക്കും ഉറക്കം തൂങ്ങുന്നുണ്ടാകും. അത് കൂടുതൽ നിങ്ങളെ ഉറക്കം ശല്യപ്പെടുത്താതെ പെട്ടെന്ന് നിർത്താം എന്നുള്ള ഒരു വാക്ക് ആദ്യം തന്നെ നൽകട്ടെ. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം നേരത്തെ ഇവിടെ പറഞ്ഞു, മുറിവുകൾ ഉണങ്ങുന്നു, ഭാരതം ഉണരുന്നു എന്നുള്ളതാണ്. 1915 പ്രസിദ്ധ ചരിത്രകാരനും ചിന്തകനും എല്ലാമായ അർണോൾഡ് ടോയിൻബി, കാരണം സായിപ്പ് പറഞ്ഞതിനാണല്ലോ വില കൂടുതൽ എന്നുള്ളതുകൊണ്ടാണ്, ഭാരതത്തെ പറ്റി പറഞ്ഞത് ഭാരതം ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് എന്നാണ്. 1915 സ്ലീപ്പിംഗ് ബ്യൂട്ടി, ഉറങ്ങുന്ന സുന്ദരി എന്ന് പറയും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഭാരതം ഉറങ്ങുന്ന സുന്ദരിയാണ് എന്ന് തോന്നുമ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. അവൾ ഉറങ്ങുകയായിരുന്നില്ല എന്നുള്ളത്. ഏകദേശം 1000 വർഷത്തോളം വൈദേശിക അധിനിവേശക്കാർ നടത്തിയ അക്രമത്തിൽ ഏറെ മുറിവേറ്റ് രക്തം വാർന്ന് ബോധം കെട്ടതായിരുന്നു എന്നുള്ളതാണ് സത്യം. മയങ്ങിപ്പോയതായിരുന്നു, ഉറങ്ങിയതല്ല. ഒരു AD 700 മുതൽ സഹിച്ച അക്രമത്തിന്റെ ഫലമായി ചോര വാർന്ന് അവളുടെ ബോധം പോയതായിരുന്നു എന്നതാണ് സത്യം, അല്ലാതെ ഉറങ്ങുകയായിരുന്നില്ല എന്നുള്ളത്. ആ ഭാരതം ഇന്ന് ആ മുറിവുകൾ ഉണക്കിക്കൊണ്ട് ഊർജ്ജസ്വലമായി ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ സൂചനകൾ വ്യക്തമായി കണ്ടറിയാനും തൊട്ടറിയാനും ഒക്കെ ലോകത്തിന് സാധിക്കുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അഭിമാനത്തിലാണ് ഓരോരുത്തരും. ഇന്ന് ഞങ്ങൾ ഭാരതീയരാണ് എന്നുള്ള അഭിമാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും. വസുദൈവ കുടുംബകമെന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ആ കാലത്തുള്ള ഏത് സാഹിത്യ രചനകളിലും, ഇതൊന്നുമായി ബന്ധമില്ലാത്ത സാഹിത്യ രചനകളിൽ എവിടെ നോക്കിയാലും ഇതുപോലെ ലോകത്തെ ഒന്നായി കാണാനും എല്ലാം നല്ലതാണ്, എല്ലാത്തിനും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയും ഒക്കെയുള്ള വിശാല വീക്ഷണവും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് എങ്ങനെ ഈ മുറിവുകൾ പറ്റി എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ആ മുറിവുകൾ ഉണങ്ങാതെ അല്ലെങ്കിൽ ഉണക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എത്രയൊക്കെ അണിയിച്ചൊരുക്കിയാലും ഈ മുറിവുകൾ അവിടെ കിടക്കുമ്പോൾ എത്രയൊക്കെ അണിയിച്ചൊരുക്കിയാലും ആ ശരീരത്തിന്, രാഷ്ട്ര ശരീരത്തിന്
ഉണർന്ന് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം ഉണ്ടാകില്ല. അത് നമ്മൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഏറെക്കുറെ അനുഭവിച്ചു. കാരണം ഏറെ മോഹിച്ച് ഭാരതത്തിന് സ്വന്തമായ തന്ത്രം ലഭിച്ച് ഭാരതം ഭാരതീയരുടെ കൈകളിലൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് 1947 ആഗസ്റ്റ് 15-ാം തീയതി യൂണിയൻ ജാക്കിനെ താഴെ ഇറക്കി നമ്മുടെ എല്ലാവരുടെയും ആശയവും ആവേശവുമായി ത്രിവർണ്ണ പതാക വാനിൽ ഉയർന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് 100 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊരു സത്യമാണ്. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇതര രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയ ഇതര രാജ്യങ്ങൾ കുതിച്ച കുതിപ്പിനൊപ്പം എന്തുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. വളരെ ധിഷണാശാലികളായ ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടോ സാധിച്ചില്ല. തീർച്ചയായും ആന്തരികമായ മുറിവുകൾ ഉണങ്ങാതെ, ആ ആത്മവിശ്വാസം വീണ്ടെടുക്കാതെ, അടിമ മനോഭാവം മാറാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പൊ ഭാരതം 2047 വിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2047 സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷം. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വർഷം വിശ്വഗുരുവായി ഭാരതം ഉയരും. അതിന് ഏറ്റവും ആദ്യം വേണ്ടത്, വിശ്വഗുരു എന്നൊരു പട്ടം നമ്മൾ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ആ മാറ്റം ഉണ്ടാക്കേണ്ടത് പൗരന്മാരിൽ നിന്നാണ്. എങ്കിൽ അതിൽ ആദ്യം വേണ്ടത് അടിമ മനോഭാവം തുടച്ചു നീക്കണം എന്നാണ്. ഞാൻ ആരുടെയൊക്കെയോ അടിമയാണ്. ആ അടിമ മനോഭാവം തുടച്ചു നീക്കണം. ഇത് തുടച്ചു നീക്കാൻ നമുക്കൊരു തേപ്പെടുത്ത് തുടച്ചു നീക്കാൻ കഴിയില്ല. ഭീഷണി കൊണ്ട് നിങ്ങളാരും അടിമകളല്ല, നിങ്ങളെല്ലാം ഈ നാടിന്റെ ഉടമകളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് കൊണ്ടും ആരിലും അടിമ മനോഭാവം മാറില്ല. അടിമ മനോഭാവം മാറണമെങ്കിൽ ആ അടിമത്വം നമ്മൾ ഏൽപ്പിച്ചതിന്റെ തെളിവുകൾ, അവശേഷിക്കുന്ന തെളിവുകൾ നമ്മെ നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ നമുക്കൊരിക്കലും ആ അടിമ മനോഭാവം ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അടിമ മനോഭാവം ഉള്ളിടത്തോളം കാലം മുന്നോട്ട് നീങ്ങാനും കഴിയില്ല. കാരണം മറ്റൊരാൾ പറയുന്നതിനനുസരിച്ച് മാത്രം നീങ്ങാൻ സ്വാതന്ത്ര്യമുള്ള. പലപ്പോഴും നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ, മറ്റേ ഭാര്യയെ ഞാൻ വരച്ച വരയിൽ നിർത്തും. തമാശയ്ക്ക് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാകും. ഞാൻ വളരെ ശക്തനായ ഭർത്താവാണ്, ഞാൻ ഭാര്യയെ വരച്ച വരയിൽ നിർത്തും. പിന്നെ സ്വകാര്യം പറയും, എന്താണ് എവിടെ വരയ്ക്കണം എന്നുള്ളത് അവൾ തീരുമാനിക്കുന്നത്. വരച്ച വരയിൽ വരയ്ക്കും, പക്ഷെ ആ വര എവിടെ വരയ്ക്കണം എന്നുള്ളത് അവൾ തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന പോലെ പുറമേക്ക് കണ്ടാൽ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എന്ത് നീങ്ങണം, എങ്ങോട്ട് നീങ്ങണം എന്നൊക്കെയുള്ള തീരുമാനം അതൊരിക്കലും അടിമയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പൊ ആ അടിമ മനോഭാവം പോകണമെങ്കിൽ അടിമത്തത്തിന്റെ പ്രതീകമായി അവന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നതൊന്നും അവശേഷിക്കാത്ത വിധത്തിൽ തങ്ങളാണ് ഈ നാടിന്റെ യഥാർത്ഥ ഉടമകൾ എന്ന ബോധവും ഭാവവും ഇവിടുത്തെ പൗരന്മാരിൽ അങ്കുരിക്കുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സ്വയം ഉയരാനും ഒക്കെ അവന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ്. ആ തിരിച്ചറിവിനനുസരിച്ചുള്ള മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ പറഞ്ഞ പോലെ വസുദൈവ കുടുംബവും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഒക്കെ പറഞ്ഞ നാട്ടിൽ, മറ്റൊരു നാടിനെയും അങ്ങോട്ട് കയറി ആക്രമിക്കാത്ത നാട്ടിൽ AD 711 ചില മാറ്റത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ നോക്കിയാൽ കാണുന്നത്. രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കാറുണ്ട്, അന്യോന്യം ആക്രമിക്കാറുണ്ട്, കീഴ്പ്പെടുത്താറുണ്ട്, കൊള്ളയടിക്കാറുണ്ട്, ഭരണം മാറാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി AD 711 മുതൽ ശരിക്കും വെച്ചാൽ AD 1761 വരെ 1000 വർഷത്തിലധികം എന്ന് പറയാം. AD 711 മുതൽ AD 1761 വരെ സമാനതകളില്ലാത്ത അക്രമമാണ് ഭാരതം നേരിട്ടത്. ഒന്നുകൊണ്ടും മായ്ക്കാനും മറയ്ക്കാനും എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും വെള്ളപൂശാൻ സാധിക്കാത്ത വിധത്തിലുള്ള സമാനതകളില്ലാത്ത അക്രമമാണ് ഭാരതത്തിൽ നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുകയും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും അമ്മമാരുടെ മാനത്തിന് വില പറയുകയും ഒക്കെ ചെയ്ത നാടിന് പിന്നെ ഏത് മനോഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അടിമ മനോഭാവമല്ലാതെ മറ്റെന്താണ് അവരിൽ നിറയുക? കാരണം ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു രക്ഷയില്ല എന്നുള്ള ആ ഒരു നിരാശാബോധം ഒരിക്കലും അവർക്ക് പിന്നീട് നഖം വെച്ച കാളയെ പോലെ നഖം മാറ്റിയാൽ ഇത് കഴുത്തുനിന്ന് പോയി എന്ന് അവർക്ക് തോന്നില്ല. കഴുത്ത് താത്തി തന്നെ പിടിക്കുള്ളൂ. ഇതുപോലെ തന്നെ യൂണിയൻ ജാക്കിനെ മാറ്റി ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർന്നപ്പോഴും ഈ കഴുത്തിൽ വെച്ച നഖം അപ്പോഴും ഉണ്ട് എന്നുള്ള ധാരണ, കാരണം അത് നീങ്ങിയിട്ടില്ല, ഇപ്പോഴും അടിമയാണെന്ന മനോഭാവത്തോടു കൂടിയ പൗരന്മാർ, അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ പൗരന്മാരെ ഉണർത്താൻ കഴിയാത്ത വിധത്തിൽ ഭരണകൂടവും എല്ലാം നിന്നപ്പോൾ തീർച്ചയായും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമ്മുടെ മുറിവുകൾ ഉണങ്ങിയില്ല. ഉണങ്ങിയതായി നമ്മളൊക്കെ ഭാവിച്ചു. എല്ലാവരും സംസാരത്തിൽ 100 പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, യഥാർത്ഥ മുറിവുകൾ എന്താണോ അതിനെ അവിടെ വെച്ചുകൊണ്ട് പുറമേ ഒന്നും മറച്ചുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലത്ത്
ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കണം എന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമായി ഭാരതം ചിന്തിച്ചത് ഭാരതത്തിൽ എങ്ങനെ ഐക്യം ഉണ്ടാക്കാം. ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി നമ്മൾ കണ്ടത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. എല്ലാ നേതാക്കന്മാരും അന്ന് തൊട്ടേ പറഞ്ഞിട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. എങ്ങനെ ഭാരതത്തിൽ അങ്ങനെ ഒരു വിഷയം വരുന്നത്? സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഏത് ദേവനെ എങ്ങനെ നമസ്കരിച്ചാലും എല്ലാം ഒരു ഈശ്വരനിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞിടത്ത് എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യാനി? അവരവർക്ക് അവരവരുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ, അവർക്ക് ആരാധനാലയങ്ങൾ കെട്ടിക്കൊടുക്കാൻ. ഒരു പക്ഷെ അക്രമിയുടെ ഭാവത്തിൽ വരുന്നതിന് മുൻപ് കടന്നു വന്ന എല്ലാ മതങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുകയും അവർക്ക് ആരാധനാലയങ്ങൾ പണിതു കൊടുക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അതിന് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി, ഒരുപക്ഷെ ഏഷ്യയിൽ ദക്ഷിണേഷ്യയിൽ തന്നെ ആയിരിക്കാം, ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലാണ്. നമുക്കറിയാം അതിന്റെ ചരിത്രം അറിയാം. കൊടുങ്ങല്ലൂർ പള്ളി അവിടെ എങ്ങനെയാണ് ഉണ്ടായത്? അത് അധിനിവേശം നടത്തി പിടിച്ചതല്ല, ഒന്നും വെട്ടിപ്പിടിച്ചെടുത്തതല്ല. അത് മറ്റൊരു ആരാധനാ രീതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭരണകർത്താക്കൾ അവർക്ക് ആരാധനാലയം നിർമ്മിക്കാൻ വേണ്ട സ്ഥലം കൊടുക്കുകയും ആരാധനാലയം നിർമ്മിക്കാൻ വേണ്ട വസ്തുവകകൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രമാണ് കൊടുങ്ങല്ലൂർ പള്ളിക്ക് പറയാനുള്ളത്. അങ്ങനെ ഓരോന്നും തിരുവിതാംകൂറിനെ നോക്കിയാലും കൊച്ചിയുടെ നോക്കിയാലും മലബാറിലെ ഏത് രാജവംശങ്ങളുടെ നോക്കിയാലും ഒക്കെ തന്നെ ഇവിടേക്ക് കടന്നു വന്ന എല്ലാവർക്കും അവരുടെ ആരാധനയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത്. കാരണം ആരാധന തടസ്സപ്പെടുത്തുന്നത് മഹാപാപമായി നമ്മൾ കരുതുന്നു. ആരെ വേണമെങ്കിൽ വന്ദിക്കാം, ആരെ വന്ദിച്ചാലും കുഴപ്പമില്ല. മറ്റൊരാളുടെ ആരാധന തടസ്സപ്പെടുത്തുന്നത് മഹാപാപമായി കാണുന്ന നമ്മൾ, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പൊതുജനങ്ങൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ആരാധനയ്ക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തതായി നമുക്ക് മനസ്സിലാക്കാം. അത് ഇവിടേക്ക് കടന്നു വന്ന എല്ലാ വൈദേശിക മതങ്ങളും ആ ആതിഥ്യ മര്യാദ അനുഭവിച്ചിട്ടുമുണ്ട്. അത് ഇസ്ലാമാകാം, ക്രിസ്ത്യാനിയാകാം, യഹൂദരാകാം, ആരുമാകാം. അവർക്കൊക്കെ അവരുടെ ജന്മനാട്ടിൽ കിട്ടിയതിനേക്കാൾ വലിയ സ്വീകരണം, അക്രമിയാകാതെ കടന്നു വന്നിടത്ത് ജന്മനാട്ടിൽ കിട്ടിയതിനേക്കാൾ സ്വീകരണം, ജന്മനാട്ടിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പോലും ഇല്ലാതെ ആരാധന നടത്താൻ കഴിഞ്ഞ ഏക മണ്ണ് ഒരുപക്ഷെ ഭാരതത്തിൻ്റെതാകാം. പക്ഷേ വടക്ക് പടിഞ്ഞാറ് അതിർത്തികൾ കടന്നു വന്നവർ അത്തരത്തിൽ നാട് പിടിച്ചടക്കാൻ മാത്രം, നാട് ഭരിക്കാനോ കൊള്ളയടിക്കാനോ വേണ്ടി മാത്രം വന്നവരായിരുന്നില്ല എന്നുള്ളതാണ് ഈ നാടിനെ ഏറെ മുറിപ്പെടുത്തത്. ആ മുറിപ്പാടുകളാണ് നമുക്ക് ഇന്ന് ഉണക്കേണ്ടി വന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട നമ്മുടെ സ്വത്തുവകകൾ, ഇതെല്ലാം കൺമുന്നിൽ തകർന്നു വീഴുന്നത്, അതിന്റെ രൂപം മറ്റൊന്നാക്കി മാറ്റുന്നത്, നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന നമ്മുടെ പൂർവികർ അനുഭവിച്ച വ്യഥ ചരിത്രത്തിൽ എവിടെയെങ്കിലും അതേ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമോ? നമ്മുടെ കൺമുന്നിലാണത് നടക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദീർഘകാലം രാമനാമം ചൊല്ലുന്ന ഒരു നാട്, രാമായണം വായിക്കുന്ന ഒരു നാട്, ഓരോ മണൽത്തരിക്കും രാമകഥയുടെ പാരമ്പര്യം പറയാനുള്ള ഒരു നാട്, എവിടെ ചെന്നാലും ഉണ്ടാവും എന്തെങ്കിലും ഒന്ന് രാമനുമായി ബന്ധപ്പെട്ടത്. രാമൻ ഇവിടെ വന്നപ്പോൾ അല്ലെ ഇവിടെ ഇന്നത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നപ്പോൾ അതിലേ പോയിട്ടുണ്ട്, ഇതിലേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും, അത് കാട്ടിലായാലും വേണ്ടില്ല, കടൽ തീരത്തായാലും വേണ്ടില്ല, എവിടെ ചെന്നാലും ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചില ഐതിഹ്യങ്ങൾ അവര് പങ്കുവെക്കുന്നുണ്ടായിരിക്കും. ഏത് കലാരൂപമാണെങ്കിലും അതിൽ രാമായണവുമായി ബന്ധപ്പെട്ട കഥാസന്ദർഭങ്ങളും വരികളും ഉണ്ടായിരിക്കും. കലാരൂപം എന്തോ ആയിക്കൊള്ളട്ടെ, അതിലെല്ലാം തന്നെ അത് വളരെ ശാസ്ത്രീയമായ കലാരൂപമാകാം, വെറും നാടൻ കലാരൂപങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതിനെല്ലാം രാമായണ ഒരു നാഭീനാള ബന്ധം ഉണ്ടായിരിക്കും. അത്തരത്തിൽ രാമഭക്തി നിറഞ്ഞു നിൽക്കുന്ന മര്യാദാ പുരുഷോത്തമനായി ശ്രീരാമചന്ദ്രനെ കാണുന്ന ഒരു നാട്ടിൽ ആ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനം നഷ്ടപ്പെട്ടാൽ, ജന്മസ്ഥാനത്തെ മഹാക്ഷേത്രം തകർക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ജനതയെ പറ്റിയിട്ട് നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയും. നമുക്ക് ചിന്തിക്കാൻ കഴിയും എങ്ങനെ അന്ന് തകർന്നു വീണ ആ സ്ഥലത്ത്, ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥാനത്ത് ഇന്ന് രാംലല്ല ഈ 2023 ജനുവരി മാസം 24 ജനുവരി മാസം 22-ാം തീയതി രാംലല്ല മിഴി തുറന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുവെങ്കിൽ, കണ്ണ് നിറയാതെ ചിത്രം ആർക്കെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? രാംലല്ല മിഴി തുറക്കുന്ന ആ സമയം, രാംലല്ലയ്ക്ക് പ്രാണൻ നൽകുന്ന ആ സമയം, അതിന് നമ്മളൊരു പക്ഷെ TV-യിലൂടെ ആയിരിക്കാം കണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും കണ്ണ് നിറയാതെ ആ കാഴ്ച മുഴുവനോടെ കാണാൻ നമുക്കാർക്കും സാധിച്ചില്ല. അത് ആനന്ദ തള്ളലായിരുന്നു. നമുക്ക് ഇന്ന് ഇത്രമാത്രം ആനന്ദം നമുക്കുണ്ടാകുന്നുവെങ്കിൽ അത് കൺമുന്നിൽ തകർന്നു വീഴുമ്പോൾ അവരെത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. ആ മുറിപ്പാട് അത് വളരെ വലിയ മുറിപ്പാടാണ്. ജീവൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മുറിവാണ് അന്ന് അവരനുഭവിച്ചതെന്ന് ഇന്ന് നമുക്കതിൻ്റെ ആനന്ദത്തിൽ നിന്ന് മനസ്സിലാകും. എത്രയോ ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റും പ്രതിഷ്ഠിക്കുന്നുണ്ട്, എത്രയോ പുതിയ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം ചെയ്യുന്നുണ്ട്. അതാത് ഗ്രാമത്തിലൊരു ചെറിയ വികാരമൊക്കെ ഉണ്ടാകുമെന്നതിനപ്പുറത്ത് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ത്രസിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചിലർക്കെങ്കിലുമൊക്കെ അതിനെ വെറുതെ എതിർത്തേ മതിയാകും. ഒരുപക്ഷെ എതിർക്കുന്നവരായിരിക്കാം അവിടെ ആദ്യം എത്തുക എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. കാരണം അത് നേരിട്ട് അനുഭവിച്ചതാ. ഇപ്പോൾ
സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കാണ്ഡം പോസ്റ്റുകൾ ഇട്ടിരുന്ന ഒരു അധ്യാപകൻ കാണ്ഡമായിട്ട് ഇങ്ങനെ ഇടുകയാണ്. സ്റ്റാച്യു ഓഫ് പട്ടിണി മാറുമോ, കാക്കയ്ക്ക് കാഷ്ടിക്കാനുള്ളതല്ലേ, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കാണ്ഡമായിട്ട് അങ്ങനെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയാം, അവിടെ പോയി നിൽക്കുന്ന ആള് ഈ പറഞ്ഞ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാം മറുപടി കൊടുത്ത് കുഴങ്ങിയ ഞങ്ങൾക്ക് പോവാൻ നേരം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇതിന് മറുപടി കൊടുത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതല്ല, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും പോയിട്ട് ഇതിനെ ന്യായീകരിച്ച് ഞങ്ങളാരും പോകുന്നതിന് മുമ്പ് ഇതിനെ ശക്തിയുക്തം എതിർത്ത ആൾ അവിടെ പോയി ഫോട്ടോ ഇട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എതിർക്കേണ്ടത് ഒരു ഫാഷനായി അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായി ഇവിടെ മാറിയത് കൊണ്ട് പലരും എതിർത്തിരിക്കാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അതിന്റെ ആനന്ദം എത്രമാത്രമായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ നേരിട്ട് നമ്മുടെ അനുഭവം മാത്രമല്ല, എത്രയോ ആളുകൾ ആ അക്ഷരം കിട്ടിയില്ല, എവിടുന്നൊക്കെ വിളിക്കുന്നതെന്നറിയാമോ, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത അക്ഷതം കിട്ടിയില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല, ഇങ്ങനെ അതൊരു അത്യാവശ്യമായിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പോലും, അത്ഭുതമാണ്, പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പോലും അക്ഷതം കിട്ടാനുണ്ടോ, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോൾ എത്രമാത്രം വികാരമാണ് അതുണ്ടാക്കുന്നത്. അപ്പൊ ഈ വികാരത്തിൽ നിന്നാണ് അന്ന് നമ്മുടെ പൂർവികർ അനുഭവിച്ച വിഷമം എത്ര കടുത്തതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ എണ്ണമറ്റ ദുഃഖങ്ങളും ദുരിതങ്ങളും മറ്റൊരു രാജ്യം ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. ഇതുപോലുള്ള ദുരിതങ്ങൾ, ഈ ദുരിതങ്ങളൊന്നും ഇന്നിപ്പോ വേണമെങ്കിൽ പറയാം ഇതൊക്കെ എന്താ പറയുക, മതപരമായ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി, വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു വരുത്തുന്നതാണ്. എളുപ്പമാണ്, ഇത്തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇതൊന്നും നടന്നതല്ല. നമ്മുടെ നാട് മതേതരത്വത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ, മതസഹിഷ്ണുതയുടെ, കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത്, ഇന്ത്യയെ വീണ്ടെടുക്കണം. അത്ര ഇന്ത്യയെ വീണ്ടെടുക്കണം. ഈ 2024 പലരും നടക്കുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കാനാണ്. ഏത് ഇന്ത്യയാണ് അവർക്ക് വീണ്ടെടുക്കേണ്ടത്? ഏത് ഇന്ത്യയാണ് വീണ്ടെടുക്കേണ്ടത് എന്ന ചോദ്യം ന്യായമാണ്. ചിന്തിക്കൂ, മുഹമ്മദ് ബിൻ ഖാസിം 711 ഇന്ത്യയിലേക്ക് കടന്നു വന്ന് സിന്ധ് ആക്രമിച്ച് സൈന്ധവ രാജാവിന്റെ തലയെറുത്ത്, ആ തലയും ഒരു കത്തുമായിട്ട്, അറുത്തെടുത്ത തലയും ഒരു കത്തും ഉമയ്യദ് രാജവംശത്തിന്റെ ഗവർണർക്ക് അയക്കുകയാണ്. ആ കത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കിയതോ പ്രചരിപ്പിച്ചതോ അല്ല. ആ കത്ത് അവരുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്. അറുത്ത തലയും ഒരു കത്തുമാണ് ഉമയ്യദ് രാജവംശത്തിന്റെ ഗവർണർക്ക് അയക്കുന്നത്. തികഞ്ഞ സന്തോഷത്തോടുകൂടി, പതിനായിരങ്ങളെ കൊല്ലാൻ കഴിഞ്ഞ സന്തോഷം. വിഗ്രഹാരാധകരുടെ രാജാവിന്റെ തലയാണിത്. ഞാൻ ദൈവത്തിനോടുള്ള കടപ്പാട് നിറവേറ്റിയിരിക്കുകയാണ്, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്, ഈ നാടിനെ ഞാൻ ശുദ്ധീകരിക്കുകയാണ് എന്ന് തുടങ്ങി വിഗ്രഹാരാധന അവസാനിപ്പിക്കാനും വിഗ്രഹാരാധകരെ ഇല്ലാതാക്കാനും ഉള്ള പരിശ്രമമാണ് ഈ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൂരതയുടെ തെളിവായി തല വെട്ടിക്കൊടുത്തയക്കുകയും അതിന് മറുപടിയായിട്ട് മറുപടി കത്തും ഇങ്ങോട്ട് വന്നു. ഉമയ്യദ് വംശത്തിന്റെ ഗവർണറുടെ മറുപടി കത്തും ഇങ്ങോട്ട് വന്നു. ഇത് നിന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്, ഈ വിഗ്രഹാരാധകരെ ഇല്ലാതാക്കുക, അവരുടെ രാജവംശങ്ങൾ ഇല്ലാതാക്കുക, കൊള്ളയടിക്കുക, അവരോട് ക്രൂരത ചെയ്യുക, ഇത് ദൈവം നിന്നിൽ ഏൽപ്പിച്ച ദൗത്യമാണ്, നീ അത് എത്രയും വേഗം ചെയ്യുന്നുവോ അത്രയും നിനക്ക് ദൈവത്തോട് അടുക്കാം എന്ന് പറഞ്ഞ് ഉമയ്യദ് രാജവംശത്തിൽ ആ ഗവർണർ തിരിച്ചയച്ച കത്ത് ഇതെല്ലാം രേഖയാണ്. ആരും ശൂന്യരെന്ന് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ഒരു ഹിന്ദു ചരിത്രകാരന്മാരും എഴുതിയതല്ല, ഒരു ഭാരതീയ ചരിത്രകാരന്മാരും എഴുതിയതല്ല. ഉച്ചിക്കുടുമി ബാളസാറുണ്ട് അന്തിമട്ടനെയാണെന്ന് മണം പിടിച്ച് ഗവേഷണം നടത്തി ഇന്ന് ചരിത്രം എഴുതുന്നത് പോലെ എഴുതിയതല്ല. അക്കാലത്ത് തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചതാണ്. അവരുടെ മഹിമയായി അവർ വാഴ്ത്തിപ്പാടിയതാണ്. തന്റെ ദൗത്യമായി ഈ ഇവിടുത്തെ വിഗ്രഹാരാധന അവസാനിപ്പിച്ച് സത്യനിഷേധികളെ ഇല്ലാതാക്കാൻ വർഷം തോറും ഞാൻ ഈ നാടിനെ ആക്രമിച്ച് ജിഹാദ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് പടയോട്ടങ്ങൾ നടത്തിയ മുഹമ്മദ് ഗസ്നി, അദ്ദേഹത്തിന്റെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതാണ്. സോമനാഥ ക്ഷേത്രം തകർത്ത് ഏറ്റവും പ്രധാനമായ ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോമനാഥ ക്ഷേത്രം, അത് തകർക്കാൻ വേണ്ടി മാത്രം മരുഭൂമിയിലൂടെ നാഴികകൾ താണ്ടി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഗസ്നി വരുന്നു. ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠമായ സോമനാഥ ക്ഷേത്രം തകർക്കുക. അന്ന് തന്നെ ലക്ഷങ്ങളെ ആകർഷിക്കുന്ന, ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ക്ഷേത്രം അതില്ലാതാക്കുക. അവിടെ തന്നെ രേഖപ്പെടുത്തി വെച്ചത് ആ ക്ഷേത്രം തകർക്കുന്ന സമയത്ത് 50,000 ആളെ കൊന്നു. വേറെ ആരും പറഞ്ഞാൽ അവരും രേഖപ്പെടുത്തി വെച്ചതാണ്. 5 ആളെയാണോ 50 ആളാണോ ഏതായാലും അവർ അവകാശപ്പെടുന്നത് 50,000 ആളെ, കാരണം ആ കൊന്നതിലാണ് അവരുടെ കേമത്തിരിക്കുന്നത്. 50,000 ആളെ കൊന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. സാധാരണ ഔദ്യോഗിക കണക്കുകളിൽ കുറവല്ലേ വരിക,
ഔദ്യോഗിക കണക്കല്ല 1000 ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ 10000 ആൾ മരിച്ചിട്ടുണ്ടാവും എന്നാണല്ലോ കണക്ക്. ഇതങ്ങനെയല്ല. ഔദ്യോഗിക കണക്കുകളിൽ അവർ അവകാശപ്പെടുന്നു, മസിൽ വിരിക്കുന്നു, ഞങ്ങൾ 50,000 പേരെ കൊന്നു. കഴിഞ്ഞില്ല. രേഖാമൂലമായ തെളിവുകളാണ്. സോമനാഥത്തിലെ ശിവലിംഗത്തെ 4 കഷ്ണമാക്കി. പ്രധാനപ്പെട്ട ശക്തിപീഠമായ സോമനാഥത്തിലെ ശിവലിംഗത്തെ 4 കഷ്ണമാക്കി. ഒരു കഷ്ണം ഗസ്നിയിലെ പള്ളിയിൽ ഉപയോഗിച്ചു, ഒരു കഷ്ണം കൊട്ടാരത്തിന്റെ ചവിട്ടുപടിയാക്കി, ഒരു കഷ്ണം മക്കയിലേക്കും ഒരു കഷ്ണം മദീനയിലേക്കും അയച്ചു. ഇത് ഞങ്ങൾ ആരും എഴുതുണ്ടാക്കി കൊണ്ടല്ല. ഇതൊക്കെ അവരുടെ ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ്. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? മതേതരത്വം, മതസൗഹാർദ്ദം, മതസഹിഷ്ണുത ഇന്ത്യ വീണ്ടെടുക്കണം. ഏത് ഇന്ത്യ വീണ്ടെടുക്കേണ്ടത്? കാസിം ആക്രമിച്ചു കയറിയ ഈ ഇന്ത്യയോ? അതോ മുഹമ്മദ് ഗസ്നി 17 വട്ടം കൊള്ളയടിക്കുന്നതൊക്കെ ആ ഇന്ത്യയോ? അതോ അതിനുശേഷം അഹമ്മദ് ഷാ അബ്ദാലി വരെയുള്ളവർ, തിമൂർ അടക്കം രക്തരൂക്ഷിതമായ ചരിത്രങ്ങൾ രചിച്ച മതകലാപങ്ങളുടെ ചരിത്രം നമ്മൾ ഏത് ഇന്ത്യയെ നമ്മൾ വീണ്ടെടുക്കേണ്ടത്? അതിനു മുന്നിൽ നിസ്സഹായയായി നിന്നൊരു രാഷ്ട്രത്തെയോ? സ്വത്തും മുതലും മാനവും എല്ലാം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രത്തെ ഏത് ഇന്ത്യയെ വീണ്ടെടുക്കേണ്ടത്? ഇവിടെ അതിലേക്ക് ഇന്നത്തെ ഇന്ത്യയിൽ നിന്ന് അതിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഭയാനകമായൊരു സൂചനയാണ്. ഇന്ത്യയെ വീണ്ടെടുക്കണം. വീണ്ടെടുക്കുമ്പോൾ പുറകോട്ട് പോയാൽ ഇവിടെയാണ് നമുക്ക് കാണാനുള്ളത്. വേറെ എങ്ങോട്ടാണ് ഇന്ത്യയെ നമ്മൾ വീണ്ടെടുക്കാൻ പോകുന്നത്? ഭരണഘടന അങ്ങനെയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ അദ്ദേഹം പാകിസ്ഥാൻ വിഭജനത്തെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായി അക്രമങ്ങളുടെ നേർരേഖാ ചിത്രം വരച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. 100 വായിക്കുന്നു, മറ്റേ പിട്ടിന് പേരിടുന്ന മാതിരി ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്നവർ ഈ പുസ്തകം ഒരിക്കലെങ്കിലും വാങ്ങി വായിക്കണം. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് ബാബ അംബേദ്കർ എഴുതിയ പുസ്തകം. ആ വിഭജനത്തിന്റെ മുറിവുകൾ നമുക്ക് അവിടെ മനസ്സിലാക്കാം. അദ്ദേഹം പാകിസ്ഥാൻ കൊടുക്കണം എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയത്. പാകിസ്ഥാൻ യാഥാർത്ഥ്യമാകണം, പാകിസ്ഥാൻ വിട്ടുകൊടുക്കണം. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യക്ക് സഹിക്കാൻ കഴിയില്ല. പാരമ്പര്യം അതാണ്. കാസിമിന്റെ, ഗസ്നിയുടെ, ഘോറിയുടെ, തിമൂറിന്റെ, മറ്റേ അഹമ്മദ് ഷാ അബ്ദാലിയുടെ, അതാണ് പാരമ്പര്യം. അതിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അതൊരു പൊതുവികാരമാണ്. അത് കുട്ടിക്കാലം തൊട്ട് മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു പൊതുവികാരമാണ്. അതിൽ നിന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതത്തിന് സഹിക്കാൻ കഴിയില്ല. ഭാരതം വിഭജിച്ചേ മതിയാകൂ. അർബുദം ബാധിച്ച ഒരു ശരീരഭാഗം മുറിച്ചു മാറ്റുക എന്നത് വേദനാജനകമാണെങ്കിലും അത് ശരീരത്തെ മൊത്തം ഇല്ലാതാക്കുന്നതിന് മുമ്പ് മുറിച്ചു മാറ്റുക എന്നതാണ് കൂടുതൽ ബുദ്ധിപരം എന്നുള്ളത് കൊണ്ട് പാകിസ്ഥാൻ കൊടുക്കണം എന്ന വാദഗതി പറയാൻ വേണ്ടിയാണ് ഈ 1000 കൊല്ലത്തെ അക്രമത്തിന്റെ നേർരേഖാ ചിത്രം അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. ആ മുറിവുകളൊക്കെ നമ്മൾ സഹിച്ചിട്ടുണ്ട്. എത്രയെത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരന്തങ്ങളും ദുരിതങ്ങളും ഇതിന്റെ പേരിൽ. ഇതിനെല്ലാം വെള്ളപൂശുന്ന വിധത്തിൽ. കാരണം എന്ത് അക്രമവും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. കൊള്ളയടിച്ചാൽ എന്തു തന്നെ നേടിയാലും 5-1 സർക്കാരിന് കൊടുത്താൽ ബാക്കി കൊള്ളയടിക്കുന്നവർക്ക് ഉപയോഗിക്കാം. അത് വിശുദ്ധ അംശമാണ്. വിശുദ്ധ അംശം എന്ന് പറഞ്ഞാൽ 5-1 ഭരണകൂടത്തിന് കൊടുത്താൽ 4 ഭാഗവും കൊള്ളയടിച്ചവർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് ഈ കൊള്ളയടിയും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഈ നാടിന്റെ സംസ്കൃതി, വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും അടങ്ങുന്ന ഈ നാടിന്റെ സംസ്കൃതി സ്വത്വം നശിപ്പിക്കുക. സ്വത്വം നശിപ്പിച്ചാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്വത്വം വീണ്ടെടുക്കലാണ് കരണീയം. അതിലെവിടെയാ അബദ്ധം പറയാനുള്ളത്? 1700-കളുടെ മധ്യം മുതൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണത്തിൽ വരവതിന് മുന്നേ വന്നേക്കുന്നു, ഭരണത്തിൽ നിർണായകമായ സ്വാധീനം പറ്റിയ യൂറോപ്യൻ ശക്തികൾ 1947 പോയില്ലേ ഇവിടുന്ന്? സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയം എന്ന് തന്നെ പറയട്ടെ. അവര് പോയതിനു ശേഷം നമുക്കിവിടെ എവിടെയെങ്കിലും ഡൽഹൌസി റോഡുകളുണ്ടോ? വില്യം ബെന്റിക് ഹൗസുകളുണ്ടോ? അവര് പോയതിനു ശേഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ എല്ലാറ്റിൻ്റെയും പേര് മാറ്റിയില്ലേ? ബോംബെ വീട്ടിയൊക്കെ ഇപ്പോൾ ഉണ്ടോ? വിക്ടോറിയ ടെർമിനൽ ഉണ്ടോ? എല്ലാം മാറിയില്ലേ? ഛത്രപതി ശിവജി ടെർമിനൽ മാറി, എല്ലാം മാറി. അവരുടെ പേരുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാം സ്വാതന്ത്ര്യ പ്രാപ്തിയോടുകൂടി നമ്മൾ മാറ്റി. അതിനെ ആരെങ്കിലും വർഗീയത എന്ന് പറഞ്ഞോ? അത് ഇന്ത്യ നശിപ്പിക്കലാണ് എന്ന് പറഞ്ഞോ? അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഫലനമായാണ് നമ്മൾ കണ്ടത്. വൈസ്രോയി ഭവൻ രാഷ്ട്രപതി ഭവനായി മാറിയതുപോലെ തന്നെ ഓരോന്നോരോന്നോരോന്ന വൈദേശിക അടിമത്തത്തെ പേറുന്ന പേരുകൾ, സ്ഥലപ്പേരുകൾ, മദ്രാസ് ചെന്നൈയായി അല്ലേ, അങ്ങനെ ഓരോന്ന് സ്ഥലപ്പേരുകൾ മാറുന്നു, റോഡുകളുടെ പേരുകൾ മാറുന്നു. എങ്കിൽ 711 മുതൽ കൃത്യമായി ഭരിച്ചില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സുൽത്താൻമാരുടെയും
മുഗളന്മാരുടെയും കാലത്ത് അത് വൈദേശിക ഭരണമല്ലേ ഇന്ത്യയിൽ? ബ്രിട്ടീഷുകാരുടെ ഭരണം വൈദേശിക ഭരണമാണെങ്കിൽ സുൽത്താൻമാരുടെ ഭരണം വൈദേശിക ഭരണമല്ലേ? മുഗൾ ഭരണം വൈദേശിക ഭരണമല്ലേ? വൈദേശിക അടിമത്തത്തിന്റെ ചിഹ്നങ്ങളെല്ലാം തുടച്ചു നീക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട പേരുകളും സ്ഥലപ്പേരുകളും റോഡിന്റെ പേരുകളും കെട്ടിടത്തിന്റെ പേരുകളും എല്ലാം മാറ്റേണ്ടത് അത്യാവശ്യമാണെങ്കിൽ സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി സ്വത്വം വീണ്ടെടുക്കുന്ന ഭാരതത്തിന് സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പേരുകളും കെട്ടിടങ്ങളുടെ പേരുകളും എന്തേ മാറ്റാൻ ധൈര്യമില്ലാതെ വന്നത്? അവിടെ എന്തേ മറ്റേ ആവണക്കണ്ണ നയം എടുത്തത്? ഇവിടെ ധൈര്യമായി മാറ്റിയവർക്ക് അവിടെ ഇപ്പോഴും ഡൽഹിയിൽ അല്ലെ ചിലതൊക്കെ മാറി മാറി വരാണ് ഭാരതത്തിന്റെ മുറിവുകൾ ഉണരുന്നു എന്ന് പറയുന്നത്. അക്ബർ റോഡ്, ഷാജഹാൻ റോഡ്, ജഹാംഗീർ റോഡ്, തുഗ്ലക്ക് റോഡ്, ഇനി ഒറ്റ ആളും ബാക്കിയില്ല. ഡൽഹിയിലെ റോഡുകൾ മൊത്തം നോക്കിയാൽ അല്ലെ ഷാജഹാൻ റോഡ്, എന്തേ വില്യം ബെന്റിക്കിന്റെ റോഡില്ലെങ്കിൽ, ഡൽഹൌസിയുടെ റോഡില്ലെങ്കിൽ, മൗണ്ട് ബാറ്റന്റെ റോഡില്ലെങ്കിൽ അക്ബറിന്റെയും ഷാജഹാന്റെയും ജഹാംഗീറിന്റെയും ഒക്കെ പേരുകളിൽ എങ്ങനെ റോഡുകൾ വരുന്നത്? പ്രധാനപ്പെട്ട റോഡുകൾ, ഭരണസിരാ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ എന്തുകൊണ്ടേ മാറാത്തത്? അത് മാറുമ്പോഴാണോ ഭാരതത്തിന്റെ വീണ്ടെടുപ്പ് വേണമെന്ന് പറയുന്നത്? യഥാർത്ഥ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നത് എന്താണ് തിരിച്ചു പിടിക്കേണ്ടത്? ഈ അക്രമങ്ങളിലേക്ക്, ഈ സംസ്കൃതിയുടെ തുടച്ചു നീക്കലുകളിലേക്ക് ഒരു തിരിച്ചുപോക്കാണോ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്? അന്ന് ബ്രിട്ടീഷുകാരുടെ സ്ഥലനാമങ്ങൾ മാറ്റിയതും കെട്ടിടനാമങ്ങൾ മാറ്റിയതും ശരിയാണെങ്കിൽ, അത് ഉണർവിന്റെ ലക്ഷണമാണെങ്കിൽ, അത് മുറിവുണക്കലാണെങ്കിൽ, അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. സ്ഥലനാമങ്ങൾ മാറിയേ പറ്റൂ. എന്നും അടിമത്തത്തിന്റെ പേരുകൾ പേറിക്കൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. കാരണം ആ പേരുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതനകളും വേദനകളുമാണ്. അതിന്റെ യഥാർത്ഥ നാമം നഷ്ടപ്പെട്ട് ഇങ്ങനൊരു നാമത്തിലേക്ക് അത് മാറുമ്പോൾ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ തീർച്ചയായും അത് അടിമ മനോഭാവം ഉണ്ടാക്കുക. 2047 വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതം ഉയരണമെങ്കിൽ കേവലം ആധ്യാത്മിക ഗുരു മാത്രമായിട്ടല്ല, എല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായി, സാമ്പത്തികമായി, സാങ്കേതികമായി, വിദ്യാഭ്യാസപരമായി എല്ലാം 2047 വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതം ഉയരണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന അടിമ മനോഭാവം തുടച്ചു നീക്കണമെങ്കിൽ ഉറപ്പാണ് അടിമത്തത്തെ സൂചിപ്പിക്കുന്ന എല്ലാം, അത് സ്ഥലനാമങ്ങളാകാം, അത് കെട്ടിടങ്ങളുടെ നാമങ്ങളാകാം, അത് എന്തുമാകാം, സ്മാരകങ്ങളാകാം, ഇതെല്ലാം നമ്മളിൽ ഓർമ്മ വരുത്തുന്നത് നമ്മുടെ ഇന്നലെകളിലെ ഗതികേടുകളെയാണ്, ഭയമാണ്. എങ്കിൽ ആ ഭയം നീക്കണമെങ്കിൽ, ഈ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ കേവലം വായ്ത്താരി മാത്രം പോരാ. മതേതരം, മതസൗഹാർദ്ദം, മതസഹിഷ്ണുത എന്നുള്ള വായ്ത്താരി മാത്രം പോരാ. തെറ്റിനെ തെറ്റെന്ന് പറയാൻ എന്താ തെറ്റ് എന്താ ശരി എന്നറിയണ്ടേ? കേരളത്തിലെ മുലമുറിച്ചൊരു നങ്ങേലി ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ നങ്ങേലിയെ കണ്ടെത്താനും നങ്ങേലിക്ക് സ്മാരകം ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ കോടികൾ വെക്കാനും ഒക്കെ ശ്രമിച്ച നങ്ങേലിയുടെ കഥ കണ്ടവരാരുമില്ല. മുലക്കരത്തിൽ പ്രതിഷേധിച്ച് മുലമുറിച്ച് അതിന് പറയുന്ന കാരണം പറഞ്ഞത് ചേർത്തല ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ ഈ മറ്റേ മൊലച്ചിപ്പറമ്പുണ്ട് അത്ര. അവിടെ മൊലച്ചിപ്പറമ്പ് എന്ന് പറയുന്നത് ചേർത്തല കാർത്യായനി ഭഗവതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാലത്ത് തെറിപ്പാട്ട് അടക്കമുള്ള ആരാധനാ രീതികൾ നിലവിലുള്ള സംവിധാനത്തിന് ഈ മൊലച്ചിപ്പറമ്പ് എന്ന് പറയുന്നത് ക്ഷേത്രഭൂമിയാണ്. അവിടെ മൊലച്ചി എന്ന് പറയുന്നത് ചേർത്തല കാർത്യായനി ഭഗവതിയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെ ഈ 4-5 സ്ഥലത്ത് പോയി മുലയർത്തോന്നൊന്നും അറിയാൻ വയ്യാട്ടോ. ഏതൊക്കെയോ സ്ഥലങ്ങളിൽ മൊലച്ചി പറമ്പുകൾ ഉണ്ട് അത്രേ. അവിടെ സ്മാരകം ഉണ്ടാക്കണം എന്ന് പറയുന്നവർക്ക് മുഹമ്മദ് ബിൻ കാസിം ഈ നാട്ടിൽ നടത്തിയ അക്രമങ്ങൾ അതെന്തേ ചരിത്ര സത്യമല്ലേ? ഗസ്നി നടത്തിയ അക്രമങ്ങൾ ചരിത്ര സത്യമല്ലേ? ഘോറി നടത്തിയത്, തിമൂർ നടത്തിയത്, അഹമ്മദ് ഷാ അബ്ദാലി അടക്കമുള്ളവർ നടത്തിയത് ചരിത്ര സത്യമല്ലേ? വിജ്ഞാനത്തിന് മുഖമടച്ച് നിൽക്കുന്നവർ, ബീഹാർ ആക്രമിച്ച മുഹമ്മദ് ഭക്തിയാർ ഖിൽജി, ആയിരങ്ങളെ കൊന്നൊടുക്കി. സഹിക്കാൻ നമുക്ക് ആയിരങ്ങളെ കൊന്നൊടുക്കി. മരണമില്ലാത്ത നാളിൽ ആരും ജനിച്ചിട്ടില്ല. ആയിരങ്ങളെ കൊന്നൊടുക്കി. അത് നമുക്ക് വേണമെങ്കിൽ പൊറുക്കാം, സഹിക്കാം. പക്ഷേ ലോകപ്രശസ്തമായി വിശ്വപ്രസിദ്ധമായി നിന്നിരുന്ന നളന്ദ സർവകലാശാല കത്തിച്ചത് ഏതൊക്കെ ഉൾപ്പെടുത്തും നമ്മൾ? കുറച്ച് അതിശയോക്തിയായിരിക്കാം. മാസങ്ങൾ നിന്ന് കത്തി കുറച്ച് അതിശയോക്തിയാണ്, ആ വിഷമം കൊണ്ടുണ്ടായതാകാം. പക്ഷെ എന്നിരുന്നാലും വിജ്ഞാനത്തിന്റെ വലിയൊരു ഭണ്ഡാരത്തിനാണ് തീ കൊടുത്തത്. 10,000-കണക്കിന് വിദ്യാർത്ഥികളെ, വിദേശത്തു നിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളെ ആകർഷിച്ച് പഠിപ്പിച്ചിരുന്ന നളന്ദ സർവകലാശാല കത്തിച്ച ആ ഇന്ത്യയാണോ വീണ്ടെടുക്കേണ്ടത്? അത് മുറിപ്പാടുകൾ വികസിപ്പിക്കാനേ കൂടൂ, അത് മുറിവിൽ നിന്ന് രക്തം വാർക്കാനേ കൂടൂ. നമുക്ക് വേണ്ടത് ആ ഇന്ത്യയല്ല. നമുക്ക് വേണ്ടത് ഇന്ന് നളന്ദ കണ്ണുമിഴിക്കുന്ന ഭാരതമാണ്. നളന്ദ ഉയരുന്നു. അതിന്റെ പൂർവ്വകാല പ്രൗഢിയിലേക്ക് ഉയരാനുള്ള പരിശ്രമവുമായി നളന്ദയുടെ നിർമ്മാണം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് 2007
അത് നമുക്ക് എതിർക്കാൻ കഴിയുമോ? കേരളത്തിൽ എന്തും എതിർക്കലാണല്ലോ അല്ലെ? കേരളത്തിലുള്ളവർക്ക് എതിർക്കാൻ കഴിയുമോ നളന്തയുടെ തിരിച്ചു പിടിക്കല്? അത് ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളല്ലേ ആദ്യം പറഞ്ഞത്? 2007 ബീഹാർ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് പറഞ്ഞ സംയുക്ത സമ്മേളനം, ബീഹാർ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് പറഞ്ഞത് നളന്ദ വീണ്ടെടുക്കണം, നളന്ദ അതിന്റെ പൂർവ്വകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. APJ അബ്ദുൽ കലാം വർഗീയവാദിയായിരുന്നു. അത് മുറിവുകൾ ഉണങ്ങാൻ ആവശ്യമാണ്, സ്വത്വം വീണ്ടെടുക്കാൻ ആവശ്യമാണ്, മുന്നോട്ട് കുതിക്കാൻ അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിന്റെ, ഒരുപക്ഷെ ഇന്ന് പിന്നോക്ക സംസ്ഥാനം എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് പോരാ എന്നൊക്കെ പറയുന്ന ബീഹാറിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, നളന്തയുടെ ചാരങ്ങളിൽ നിന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ നളന്ത ഉയരണം, ബീഹാർ ഉയരണം, ഭാരതം ഉയരണം. അതിന് നളന്ത അവിടെ റീബിൽഡ് ചെയ്തേ പറ്റൂ. നളന്ത വീണ്ടെടുക്കണം, അതിന്റെ നിർമ്മാണം നടക്കണം, പഴയ പ്രൗഢിയിലേക്ക് അത് പോകണം. ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. അത് മുറിവുണക്കാനാണ്. ഇനി ഒരു മുഹമ്മദ് ബക്തിയാർ ഖിൽജി ഉണ്ടാകാതിരിക്കാനാണ്. മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ പിന്മുറക്കാരല്ല ഇന്ന് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ആരും. അവരാരും ആ പാപത്തിന് ഉത്തരം പറയണ്ട. പക്ഷെ അത് കേമത്തമായി പറയാതിരിക്കണം. കേമത്തമായി പറയുമ്പോൾ അത് മുറിവുണ്ടാക്കും. മുഹമ്മദ് ബിൻ കാസിം ചെയ്തതിന്, കഴുത്തറുത്ത് ദില്ലിയിലേക്ക് കൊടുത്തയച്ചതിന്, വിഗ്രഹാരാധകരെ ഇല്ലാതാക്കി എന്ന് പറയുന്നതിലും ഉത്തരവാദി മുഹമ്മദ് ബിൻ കാസിമാണ്, ഇന്നിവിടെയുള്ള ഒരു മുസ്ലിമും അല്ല. പക്ഷെ മുഹമ്മദ് ബിൻ കാസിം ഞങ്ങളുടെ പൂർവ്വപിതാവാണെന്ന് മസ്ലിം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മുറിവുകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. 17 വട്ടം സോമനാഥ ക്ഷേത്രം അടക്കമുള്ള ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ളയടിച്ചു പോയ മുഹമ്മദ് ഗസ്നി, ആ ഗസ്നിയെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, ഇന്നുള്ള മുസ്ലിങ്ങളെയല്ല. പക്ഷേ അത് ഞങ്ങളുടെ പൂർവ്വപിതാവാണെന്ന്, ഗസ്നിയുടെ പേരിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉള്ള മുറിവുകൾ കൂടുതലാക്കാനേ ഉള്ളൂ. അവിടെയാണ് മുറിവുകൾ ഉണക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചരിത്രത്തിലേക്ക് പോയി അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തി ഇന്ന് വിചാരണ ചെയ്യുന്നില്ല. പക്ഷേ 921 ഊരിയ കത്തി ഇന്നും ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ കത്തി പിടിച്ചവരെയല്ല, പിടിച്ചവർ ഞങ്ങളുടെ ആളുകളാണെന്ന് പറയുമ്പോഴാണ് വേദന കൂടുന്നത്, മുറിവുകൾ കൂടുന്നത്. മുറിവുകൾ ഉണങ്ങണമെങ്കിൽ ചരിത്രത്തിൽ ആ തെറ്റുകളെ ഒന്നിച്ചെതിർക്കാൻ സാധിക്കണം. ചരിത്രത്തിൽ പല തെറ്റുകളും പല സംസ്കൃതിയും നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാലോ, മറ്റേ ജോൺ പോൾ മാർപ്പാപ്പ പല സംസ്കൃതികളോടും പല നാട്ടിലും ചെന്ന് തങ്ങൾക്ക് പറ്റിയ അബദ്ധം, അല്ലെങ്കിൽ അന്ന് ആ കാലത്തെ ക്രൈസ്തവ അധിനിവേശത്തിൽ നടന്ന കൂട്ടക്കൊലകളും തദ്ദേശീയമായ സംസ്കൃതികൾ നശിപ്പിക്കലൊക്കെ അക്കാലത്തെ തെറ്റായിരുന്നു. അതിന് ഞാൻ ഇന്ന് മാപ്പ് പറയുന്നു. എന്തുമാത്രം ഉയരുന്നു അദ്ദേഹത്തിന്റെ ശിരസ്, ആ സംസ്കൃതിയുടെ ശിരസ് എന്തുമാത്രം ഉയരുന്നു. കാരണം ഞങ്ങൾ അതിന്റെ ഉത്തരവാദികളല്ല, ഞങ്ങൾ അതേ വിശ്വാസം പേറുന്നവരല്ല. അന്ന് ആ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുകയും മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ അവിടെയാണ് വലിപ്പം ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ മതേതരത്വവും മതസൗഹാർദ്ദവും ഉണ്ടാകുന്നത്. ഇവിടെ ആരും മാപ്പ് പറയണമെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ ബലം പിടിക്കരുത്. ചിന്തിച്ചു നോക്കൂ, അവിടെ തദ്ദേശീയർക്ക് മുഴുവൻ അറിയാവുന്ന സംഗതികൾ ശ്രീരാമ ജന്മസ്ഥാനത്ത് അല്ലായിരുന്നെങ്കിൽ എങ്ങനെയാ ജന്മസ്ഥാൻ മസ്ജിദ് എന്ന് പേര് വരിക? ജന്മസ്ഥാൻ മസ്ജിദ് ഫൈസാബാദ് ജില്ലയിലെ അയോധ്യയിൽ നിൽക്കുന്ന തർക്ക കെട്ടിടത്തിന്റെ പേര്, ഇപ്പൊ ഫൈസാബാദ് ജില്ലയല്ല അയോധ്യ ജില്ലയാണ്, ആ തർക്ക കെട്ടിടത്തിന്റെ പേര് ജന്മസ്ഥാൻ മസ്ജിദ്. 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപം കൊണ്ടതിന് ശേഷം എഴുതി ചേർത്ത പേരല്ലത്. അത് നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുള്ള രേഖകളിലെല്ലാം അതിനെ കാണിച്ചിരിക്കുന്നത് ജന്മസ്ഥാൻ മസ്ജിദ്. ആര് ജനിച്ച സ്ഥലം? ആര് ജനിച്ച സ്ഥലം? അയോധ്യയിൽ രാമനല്ലാതെ വേറെ ആര് ജനിച്ച സ്ഥലം? ഏതെങ്കിലും ഇവിടുത്തെ മുസ്ലിം ഭരണാധികാരികളോ അതുമല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആത്മീയ ആചാര്യന്മാരോ പ്രധാനപ്പെട്ട ആരും ജനിച്ച സ്ഥലമല്ലല്ലോ. ജന്മസ്ഥാൻ മസ്ജിദ് എന്ന് രേഖകളിൽ കാണിക്കുമ്പോൾ, അന്ന് മുതൽ തർക്കം നടക്കുമ്പോൾ, അന്ന് മുതൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ, അതിനുവേണ്ടി ജീവൻ കളയുമ്പോൾ, അതിനുവേണ്ടി വ്യവഹാരം നടത്തുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സൗമനസ്യത്തിന്റെ ഭാഷ, എന്താ സൗഹാർദ്ദത്തിന്റെ ഭാഷ, അല്ലെ? ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്ന് ഇവിടുത്തെ വിശ്വാസി സമൂഹം 4 എണ്ണമേണ് തിരിച്ച് പ്രതീക്ഷിച്ചുള്ളൂ. 4 എണ്ണം. അതൊന്നും വലിയ പ്രശ്നമൊന്നും കൂടാതെ കിട്ടിയ സോമനാഥ ക്ഷേത്രം. അതാണ് സൗമനസ്യത്തിന്റെ ഭാഷ, അതാണ് സൗഹൃദത്തിന്റെ ഭാഷ, അതാണ് ഉൾക്കാഴ്ചയോടുകൂടി നാട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാക്കും എന്നുള്ളത്. പ്രധാന ശക്തിപീഠങ്ങളിൽ ഒന്നായ സോമനാഥം ഈ പറഞ്ഞ പോലെ തന്നെ ഗസ്നി കഷ്ണങ്ങളാക്കി 4 കഷ്ണമാക്കി 4 പാടകൾ ചെതറിച്ച 50,000 ആളെ കൊന്നു എന്ന് ബലം പിടിച്ച സോമനാഥം ആരുടെയും വികാരം വ്രണപ്പെടുത്തിയില്ല. സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി അന്നത്തെ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയായ പട്ടേൽജി ധൈര്യമായി പ്രഖ്യാപിക്കുന്നു സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കും.
സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കും. അവിടെ ഉണ്ടായിരുന്ന വികലമായ കെട്ടിടത്തെ മാറ്റും. അവിടെയുള്ള വികലമായ കെട്ടിടത്തെ മാറ്റും. സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കും. ചില്ലറ മുറുമുറുപ്പുകളൊക്കെ നെഹ്റുവിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ധീരമായി അത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് പുനരുദ്ധരിക്കാനുള്ള അവസരമുണ്ടായി. ഒരു മുസൽമാന്റെയും വികാരം മുറിപ്പെട്ടില്ല. ഒരു മുസൽമാനെയും പ്രതിസ്ഥാനത്ത് ഇവിടുത്തെ ഹിന്ദു കണ്ടതുമില്ല. മുഹമ്മദ് ഗസ്നിയുടെ ആരുമല്ല ഇപ്പോൾ ഉള്ളവരെ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ അത്തരം ചർച്ചകളിലേക്ക് വഴിവെച്ചില്ല. ഒന്നുമില്ല. എന്താണ് സ്വാതന്ത്ര്യം? ഇന്ത്യയെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. വേദങ്ങൾ പിറന്ന പുണ്യഭൂമി നമുക്ക് അന്യമാവുകയായിരുന്നു. തക്ഷശില അടക്കമുള്ള വിദ്യാകേന്ദ്രങ്ങൾ നമുക്ക് അന്യമാവുകയായിരുന്നു. ഗാന്ധാരം അടക്കമുള്ള പ്രദേശങ്ങൾ അതിനു മുമ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഏറെ മുറിവുകൾ പറ്റി നിൽക്കുന്ന ഒരു സമൂഹം, ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ കഴിയില്ല, ഞങ്ങൾ വേറിട്ടവരാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് രാഷ്ട്രം വിഭജിക്കുമ്പോൾ എണ്ണം നോക്കി തന്നെ, മതത്തിന്റെ എണ്ണം നോക്കി തന്നെ വിഭജിച്ച ചരിത്രത്തെ നമുക്ക് മറക്കാനൊന്നും കഴിയില്ല. അപ്പൊ തീർച്ചയായും ഇവിടെ കിട്ടിയവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില നടപടികളാവാമായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി. വിഭജനം നടന്നു അല്ലെ, 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സ്വാതന്ത്ര്യപ്രാപ്തിയിൽ ചെയ്യേണ്ടതായിരുന്നു സോമനാഥ ക്ഷേത്രത്തിൽ ചെയ്തത്. അന്ന് ചെയ്യേണ്ടതായിരുന്നു അയോധ്യയും കാശിയും മധുരയും. കാരണം പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, കൃഷ്ണ ജന്മഭൂമിയായ മധുര, മറ്റൊരു സ്ഥലം അവകാശപ്പെടുന്നുണ്ട് എവിടെയാ കൃഷ്ണൻ ജനിച്ചതെന്ന് പറഞ്ഞിട്ട്. കൃഷ്ണ ജന്മഭൂമിയായ മധുര, നമ്മൾ ആരും ഒരു സംഘടനയുടെയും പ്രവർത്തകരാകണ്ട, ഒരിക്കലെങ്കിലും മധുര ക്ഷേത്രത്തിൽ ഒന്ന് പോയി ദർശനം നടത്തുക. എന്ത് വികാരമാണ് ഉള്ളിൽ ഉണ്ടാവുക? ഭഗവാൻ ജനിച്ച ജയില്, അതിനോട് ഒരു ഭാഗം കെട്ടിമറച്ച് മറ്റൊരാരാധനാലയമാക്കി മാറ്റി. എന്തിനിത്? ഇവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കാൻ ഈ നാട് ആരെയും എതിർക്കില്ല. ഇഷ്ടം പോലെ ഭൂപ്രദേശമുണ്ട്, ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും ആരാധനാലയം കെട്ടാമായിരുന്നു. മുഴത്തിന് 3 ആരാധനാലയം ഉണ്ടായാലും ഒന്നിന് നേരെ ഒരു മണിക്കല്ല് പെറുക്കി ഇവിടുത്തെ വിശ്വാസികൾ എറിയില്ല. ഒന്നിനെയും അല്ലേ, എതിലേ പോകുമ്പോഴും അമ്പലം കണ്ടാലും പള്ളി കണ്ടാലും മസ്ജിദ് കണ്ടാലും അത് ഈശ്വരന്റെ സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ ഒന്നും ഉണങ്ങി കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ രീതി. അപ്പോൾ എവിടെയും ആരാധനാലയം കെട്ടാമായിരുന്നു. എന്തിനാണ് ഈ ആന പിടിച്ച് കുത്തിയിട്ടാ വീഴാത്ത പഴയകാല നിർമ്മിതികളുടെ മണ്ടയ്ക്ക് തന്നെ വലിഞ്ഞു കയറിയത്? ആലോചിച്ച് നോക്കൂ. കാശി ജ്ഞാനവാബി മറ്റേ മസ്ജിദ് എന്താ, ഗ്യാൻവാബി മസ്ജിദ് മുൻവശത്ത് മാത്രം എന്തോ കാട്ടി മുകളിലും മകുടം കെട്ടി. കാരണം മറ്റത് ഒന്നുകിൽ പൊളിച്ചാൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പൊളിക്കാതെ നിർത്തിയത് തദ്ദേശീയരെ വേദനിപ്പിക്കാൻ വേണ്ടി പൊളിക്കാതെ നിർത്തി. ഏതായാലും എളുപ്പത്തിൽ കുത്തി മറച്ചിട്ട പറ്റണ നിർമ്മിതികളല്ല. അതിന്റെ മണ്ടയ്ക്ക് പാഞ്ഞു കയറിയത് എന്തിനായിരുന്നു? വേറെ ആരാധനാലയം ഉണ്ടാക്കാമല്ലോ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കുന്നു, ഇഷ്ടംപോലെ സംഗതികൾ കിടക്കുന്നു, സംവിധാനം കിടക്കുന്നു, ആരാധനാലയങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അപ്പൊ ഉദ്ദേശം അതല്ല. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് അന്യമാകണം. നിങ്ങൾ ഇനി അനങ്ങിപ്പോകരുത് എന്ന ആ ഒരു വലിയ സന്ദേശമാണ്. നിങ്ങളുടെ രാമജന്മസ്ഥാനം നഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾക്ക്. അപ്പൊ ആ അടിമ മനോഭാവത്തോടു കൂടിയാണ് 1947 വരെ അടിമയായി നമുക്ക് കിടക്കേണ്ടി വന്നത്. ഈ ഒരു മനോഭാവമാണ്. അത് ഉയർത്താനാണ് ആ പകുതി നിർമ്മിതി അതേപോലെ നിർത്തിക്കൊണ്ട് ബാക്കിയെ വികലമായ കെട്ടിടമാക്കി ആരാധനയ്ക്ക് ഉപയോഗിച്ചത്. എന്നെന്നും അത് കാണുമ്പോൾ ഒരു മുറിപ്പാടുണ്ടാകണം. അയ്യോ ഇതാകണ്ട, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഇനി അനങ്ങണ്ട എന്നുള്ള തോന്നല്. അപ്പോ രാമജന്മഭൂമിയും കൃഷ്ണ ജന്മഭൂമിയും കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും അടക്കം ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുമായി നിൽക്കുന്ന ഈ 3 സ്വാതന്ത്ര്യപ്രാപ്തിയോടെ സോമനാഥത്തിന്റെ വിഷയം തീർന്നു. അതേ സമയത്ത് തന്നെ ചെയ്യാമായിരുന്നു ഈ 3 ബാക്കിയെല്ലാം മറന്നുകൊണ്ട്, ബാക്കിയെല്ലാം സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അല്ലെ മാനനീയ സർസംഘചാലക് പറഞ്ഞ പോലെ എല്ലാ ആരാധനാലയങ്ങളുടെയും അടി കളച്ചു നോക്കണ്ട. കളച്ചു നോക്കിയാൽ ഇഷ്ടമല്ലാത്ത പലതും ചിലപ്പോൾ കണ്ടേക്കാം. അതുകൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ കളച്ചു നോക്കേണ്ടതില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ മാത്രം എടുക്കുക. പക്ഷേ അങ്ങനെ കളയാൻ പറ്റുമോ അയോധ്യയും കാശിയും മധുരയും? അയോധ്യയും കാശിയും മധുരയും ആ രൂപത്തിലാണോ ഹിന്ദുവിന്റെ മനസ്സിൽ നിൽക്കുന്നത്? കാശിയിൽ പോവുക, ജീവൻ മുക്തി നേടുക എന്നുള്ളത് കാലാകാലങ്ങളായി ഈ മണ്ണിലുള്ള വിശ്വാസമല്ലേ? അവിടെ ചെല്ലുമ്പോൾ നോവായി മോക്ഷം നേടാനായി പോണത്, ജീവൻ മുക്തി നേടാനാണ് പോണത്. പണ്ടുള്ളവരോട്ടെ ഇപ്പല്ല അല്ലെ. ഇപ്പൊ ഏത് പ്രായത്തിൽ, കാരണം ടൂർ ഓപ്പറേറ്റർമാർ നമ്മളെ എപ്പോഴും കൊണ്ടുപോകും. പണ്ടതല്ല, ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ജീവൻ മുക്തി നേടേണ്ട ഘട്ടത്തിലാണ് കാശിയിലേക്ക് പോവുക. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലായിടത്തേക്കും പോയി വരാട്ടോ എന്ന് പറഞ്ഞാൽ അത്ര പോവുക. നമ്മൾ അങ്ങനെയല്ലേ വരാം. പോട്ടേന്ന് വീട്ടിൽ എങ്ങനെ ഇറങ്ങും? നമ്മൾ പോട്ടെ എന്ന് പറയാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. പക്ഷേ പോയി വരട്ടെ എന്ന് പറയാത്ത ഒരു സ്ഥലം കാശിയിലേ ഉള്ളൂ.
കാശിക്ക് ഇറങ്ങുമ്പോൾ മാത്രം പോയി വരട്ടെ എന്ന് പറയില്ല, പോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അതൊരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നില്ല. ജീവൻ മുക്തി നേടുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് കാണേണ്ടത്? ജീവൻ മുക്തി തേടി ചെല്ലുന്നവന് മനസ്സിൽ വിഷമത്തോടുകൂടി എന്ത് ജീവൻ മുക്തിയാ? നന്ദികേശൻ നോക്കിയിരിക്കുന്നത് പള്ളിയിലേക്കാണ്. നന്ദികേശൻ ശിവലിംഗത്തിന്റെ മുമ്പിലല്ലേ ഉണ്ടാവുക? ആ നന്ദികേശൻ വളരെ വിഷമത്തോടുകൂടി പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്നു. പള്ളിയുടെ മുക്കാഭാഗവും ക്ഷേത്രത്തിന്റെ ചുമരുകൾ. ഇത് കണ്ട് എന്ത് ജീവൻ മുക്തിയ? നൂറ്റാണ്ടുകളായിട്ട് ചിന്തിക്കൂ. ഔറംഗസേബിന്റെ കാലം മുതൽ നൂറ്റാണ്ടുകളായിട്ട് 1700, 800, 900, 2000 അല്ലേ, 2024 ഈ 4 നൂറ്റാണ്ട് എന്ത് ജീവൻ മുക്തി അവിടെ ചെന്ന ഭക്തൻ ഉണ്ടായിട്ടുണ്ടാവുക? വിഷമത്തോടു കൂടിയാവില്ലേ അവര് ജീവൻ വെടിഞ്ഞിട്ടുണ്ടാവുക? ശവശരീരമെങ്കിലും അവിടെ ഒന്ന് ജ്വലിപ്പിച്ചാൽ മുക്തി നേടുമെന്ന് വിചാരിക്കുന്നിടത്ത് ഇത് കാണുമ്പോൾ അവർക്ക് മരിച്ചാൽ പോലും മോക്ഷം നേടരുത് എന്നുള്ള ചിന്തയോടുകൂടി ചെയ്തതുപോലെയാണ്. അപ്പൊ സ്വാതന്ത്ര്യ പ്രാപ്തിയോടുകൂടി ആകാമായിരുന്നു. ആരും ചോദ്യം ചെയ്യില്ല, ആരുടെ വികാരവും വ്രണപ്പെടില്ല, ആകാമായിരുന്നു. പക്ഷേ അതിനെല്ലാം തടയിട്ട് വെച്ചവർ ഭാരതത്തിന്റെ മുറിവുകൾ ഉണങ്ങരുത്, പുറമേ ഒരു തോല് മാത്രം വന്നാൽ മതി. പുറമേ ഒരു തോല് മാത്രം വന്നല്ലെങ്കിൽ ഒരു തുണി ഇട്ടാലും മതി, അകത്തെ ഉണക്കം ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ മുറിവുകൾ ചീഞ്ഞു വ്രണമായാൽ അത് നാടിന്റെ സ്വസ്ഥത നശിപ്പിക്കും. അത് ഉണങ്ങിയേ പറ്റൂ. ഉണങ്ങണമെങ്കിൽ ദുഷ്ടുകളൊക്കെ എടുത്തു കളയണം. ഒരു മുറി ക്ലീൻ ചെയ്യണം. ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ ദുഷ്ടുകളൊക്കെ വെളിയിൽ വരണം, മുറി ക്ലീൻ ചെയ്യണം, എന്നിട്ട് മരുന്ന് വെക്കണം. അല്ലാതെ അതിന്റെ മുമ്പിൽ നിന്നിട്ട് മുറിവുണങ്ങി എനിക്ക് മുറിയില്ലാട്ടോ, എനിക്ക് മുറിയില്ലാട്ടോ, എനിക്ക് മുറിയില്ല ഒന്നും അല്ല പ്രതിഷ്ഠിക്കണത്. അയോധ്യാപതി രാമനെയാണ് പ്രതിഷ്ഠിക്കണത്, ദാശരഥി രാമനെയാണ് പ്രതിഷ്ഠിക്കണത്, കൗസല്യാതനയൻ രാമനെയാണ് പ്രതിഷ്ഠിക്കണത്, സീതാപതി രാമനെയാണ് പ്രതിഷ്ഠിക്കണത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെയും രാമനെയല്ല പ്രതിഷ്ഠിക്കണത്. പ്രതിഷ്ഠിച്ചത് ഈ നാടിന്റെ വികാരമായ ശ്രീരാമന്. ഇപ്പൊ തന്നെ പാർലമെന്റിൽ പോലും പറയുന്നത് ഗാന്ധിയുടെ രാമൻ, പാവം ഗാന്ധിജിക്ക് എണീറ്റ് വരാൻ പറ്റുമെങ്കിൽ ആ വടി വെച്ച് മണ്ടക്കി കൊടുക്കുമായിരുന്നു. കാരണം ഗാന്ധിജിക്ക് എവിടുന്ന വേറൊരു രാമൻ? ഈ മണ്ണിന്റെ മണമുള്ള രാമനെ അല്ലാതെ വേറെ ഏത് രാമനെയാ? ഗാന്ധിജിയുടെ രാമന് വില്ലുവൊന്നുമില്ല അത്ര. അപ്പൊ പിന്നെ രാവണനെ എന്തായിരിക്കും ചെയ്തത്? അവിടെ ചെന്നിട്ട് രാവണനോട് ഓം ക്രീം അല്ലേ എന്റെ ഭാര്യയും കൂടെ, അങ്ങനെ രാമനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്പും വില്ലും എടുത്തു തന്നെയല്ലേ പോയെ? രാമസേന ഉണ്ടാക്കി തന്നെയല്ലേ പോയെ? രാവണനെ നിഗ്രഹിച്ചു തന്നെയല്ലേ സീതാദേവിയെ മടക്കി കൊണ്ടുവന്നത്? ദണ്ഡനീതി നടപ്പാക്കിക്കൊണ്ട് തന്നെയല്ലേ അയോധ്യ കാത്തത്? രാമരാജ്യത്തിന്റെ വർണ്ണനയിൽ നാട് ശാന്തമായിരുന്നെങ്കിൽ ഭരണാധികാരിയുടെ കരുത്തല്ലേ അത്? കരുത്തില്ലാതെ ആവണക്കണ്ണ പരുവത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് രാമരാജ്യം ഉണ്ടാക്കാൻ കഴിയുമോ? പ്രശ്നങ്ങളില്ലാത്ത രാജ്യം ഉണ്ടാക്കാൻ കഴിയുമോ ആവണക്കണ്ണ പരുവത്തിലിരിക്കുന്നവർക്ക്? ധീരനായ അല്ലെ, നാളെ വരാവുന്ന അസ്വസ്ഥതകളെ ഇന്നേ കണ്ട് തടയിടുന്നവനാണ് ധീരൻ. അതുകൊണ്ടാണ് അതാണ് രാമരാജ്യത്തിന്റെ പ്രത്യേകത. ഇപ്പൊ പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ രാമൻ അല്ലെ ശംഭൂകനെ വധിച്ചവനല്ലേ നിങ്ങളുടെ രാമൻ? അതാരാ ഈ രാമൻ? ശംഭൂകനെ വധിച്ച രാമൻ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ശംഭൂകനെ വധിച്ച കഥ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ തപ്പിപ്പിടിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആരും വായിക്കുന്ന രാമായണത്തിൽ ശംഭൂകന്റെ കഥയില്ല. 6 കാണ്ഡമുള്ള നമ്മൾ വായിക്കുക, ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെ. അതിൽ ശംഭൂകന്റെ കഥയില്ല. നിത്യപാരായണത്തിന് എടുക്കാത്ത ഉത്തര രാമായണത്തിൽ ശംഭൂകന്റെ കഥയുണ്ട്. അത് നിത്യപാരായണത്തിന് എടുക്കുന്ന ഭാഗമല്ല. അത് ഇതേമാതിരി അക്കാഡമിക് പർപ്പസിന് വേണ്ടി തപ്പിത്തരയണവർക്കുള്ളതാണ് ഉത്തര രാമായണം. അത് പ്രക്ഷിപ്തമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ആയിക്കോട്ടെ, കഥ സത്യമാണെങ്കിൽ തപസ് ചെയ്ത ശൂദ്രനെ തപസ് ചെയ്തു എന്ന കുറ്റത്തിന് ശ്രീരാമൻ തല വെട്ടി കൊന്നു എന്നാ പറയുന്നത്. ഇത്ര മഹാഭാവമൊക്കെ ചെയ്യാൻ ആ മഹാഭാവം ചെയ്ത ശ്രീരാമചന്ദ്രനെ എൻ്റെ മുന്നിൽ കിട്ടിയാൽ ഞാനൊരു മുണ്ട ഓണപ്പട കൊടുത്ത് കാല് പിടിക്കും. ഒരു മുണ്ട ഓണപ്പട കൊടുത്ത് കാല് പിടിക്കും. സത്യമാണ് പറയണത്. ഇത് സത്യമാണെങ്കിൽ, ഈ കഥ സത്യമാണെങ്കിൽ കേട്ടോ. ശൂദ്രനെ കൊന്നോണ്ടല്ല, തപസ് ചെയ്ത് എങ്ങനെ തല കീഴായി നിന്ന് ഇഷ്ടം തപസ് ചെയ്യുക. ഇനിയും പുലിവാലുണ്ടാക്കണോ? ഈ രാവണൻ തപസ് ചെയ്തിട്ടാണല്ലോ എന്നെ മനുഷ്യൻ മാത്രമേ കൊല്ലാവൂ എന്ന് പറഞ്ഞ് ഈ അഹങ്കാരം മുഴുവൻ കാട്ടിയത്. ഹിരണ്യകശിപു തപസ് ചെയ്ത് ഭഗവാനെ പരച്ച വരയിൽ കൊണ്ടുവന്നിട്ടല്ലേ എന്നെ രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, അകത്ത് കൊല്ലരുത്, പുറത്ത് കൊല്ലരുത് പറഞ്ഞ് ഉള്ള ഉണ്ണാക്ക് മുഴുവൻ ഉണ്ടാക്കി അവസാനം ഭഗവാൻ തൂണ് വളർന്നു വരേണ്ടി വന്നു. ഇങ്ങനെ ഓരോ അസുരന്മാരും തപസ് ചെയ്ത തപസ് പൂർത്തിയായാൽ ഭഗവാനെ വരുത്തും, വരച്ച വരയിൽ നിർത്തി ഓരോന്ന് നേടും. അവസാനം ഭഗവാൻ തന്നെ അവതാരം എടുത്ത് വന്നിട്ട് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായതിനു ശേഷം കൊല്ലാമെന്നുള്ളതല്ലായിരുന്നു നല്ല ഭരണാധികാരി കൊണ്ട്. ഇനി അങ്ങനെ ഒരു അസുരൻ ഉണ്ടാവരുത്. വരച്ച വരയിൽ ദൈവത്തിനെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തിയിട്ട് ഇന്ന അവര് കൊല്ലരുത്, ഇവര് കൊല്ലരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് വരം മേടിച്ച് ഇനി ഒരു പുലിവാൽ ഉണ്ടാവരുത്
അപ്പൊ ഈ പുലിവാലൊക്കെ ഭഗവാൻ അനുഭവിക്കേണ്ടി വന്നത് ഈ രാവണൻ കാരണമാണല്ലോ ഭഗവാൻ ഈ ഭൂമിയിൽ വരേണ്ടി വന്നത്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഈ രാവണന്റെ ഒരൊറ്റ വരബലം കാരണം. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു പുലിവാൽ, അതാണ് നല്ല ഭരണാധികാരി. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ട് അതിന് തടയിടുന്നവനാണ് നല്ല ഭരണാധികാരി. എങ്കിൽ ഭാരതം എന്ന് ശരിയായ ദിശയിലാണ്. വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് അതിന് തടയിടുന്നു. 711 മുതൽ ജിഹാദ് നടത്തൽ സ്വന്തം കടമയാണ് എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസം തലയിൽ പേറിയവർ, ഇന്നും കാറ്റും വെളിച്ചവും കട്ടാത്തവർ, അന്നത്തെ പോലെ പടയോട്ടം നടത്താൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ബോംബ് വെക്കലും അത് ചെയ്യുമ്പോൾ അവസാനിപ്പിച്ചേ മതിയാകൂ. എങ്ങനെ അവസാനിപ്പിക്കണം? രാവണനെ നിഗ്രഹിക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഹനുമാൻ മെസ്സഞ്ചറായിട്ട് പോണൂല്ലേ? അവിടെ ചെല്ലുന്ന ഹനുമാൻ ആദ്യം ചെയ്യുന്ന എന്താ? ഭഗവാന്റെ ദൂതുമായി ചെല്ലുന്ന ഹനുമാൻ ലങ്കയിൽ കാലുകുത്തിയതും ചെയ്യുന്ന പണി എന്താ? ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തിട്ട് ഒന്നാണ് കൊടുത്തു. ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തിട്ടൊന്ന് കൊടുത്ത് ലങ്കയുടെ ഐശ്വര്യത്തിന്റെ ചെകിട്ടത്താ കൊടുത്തത്. കാരണം അഹങ്കാരിക്ക് അർത്ഥം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല. അഹങ്കാരിക്ക് അർത്ഥം വന്നാൽ അത് അനർത്ഥമാണ്. ആദ്യം കൊടുക്കേണ്ടത് ആ ഐശ്വര്യത്തിന്റെ, ആ സമ്പത്തിന്റെ ചെകിട്ടത്തേക്ക് നേട്ടത്തെ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് കൊടുത്തു. അതോടുകൂടി പണി തീർന്നു. അവിടെ തുടങ്ങിയാണ് ലങ്കയുടെ നാശം. നോട്ട് നിരോധനം തൊട്ട് തീവ്രവാദത്തിന്റെ ചെകിട്ടത്ത് കൊടുക്കുകയായിരുന്നു. അവരുടെ സാമ്പത്തികമായ അന്യായമായ വിധത്തിലുള്ള പണസമ്പാദനമാണ് നാടിന്റെ സ്വസ്ഥത കെടുത്തുന്നത് എങ്കിൽ ലങ്കാലക്ഷ്മിയുടെ ചെകിട്ടത്തെ ഇടത്തെ കൈകൊണ്ട് ഹനുമാൻ അടിച്ച പോലെ തന്നെ ആ പണം വരവിനെ കുത്തൊഴുക്കൻ അന്യായമായ വിധത്തിൽ വരുന്നതിനെ അവസാനിപ്പിച്ചേ പറ്റൂ. വഴി വേറെ കണ്ടിട്ടുണ്ട് അല്ലേ? അതിപ്പോ മറ്റേ നോട്ട് നിരോധനം വന്നപ്പോൾ മനുഷ്യന് നവദ്വാരങ്ങൾ ദൈവം തന്നിരിക്കുന്ന വേറെ ചില ഉദ്ദേശങ്ങൾക്കാണ്. പക്ഷെ അതിപ്പോ ചിലർ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ടും പണം ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. നവദ്വാരങ്ങൾ എവിടെ കൊണ്ടും പണം ഉണ്ടാക്കുക, പുതിയ പുതിയ അതിനെ അവസാനിപ്പിക്കുക. അപ്പൊ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവസാനിപ്പിച്ചാൽ തുടക്കം സാമ്പത്തികമായ പിടി തന്നെ വേണം. തീവ്രവാദ സംഘടനകളെ നിരോധിക്കുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ തടയിടുമ്പോഴാണ് ഒരു നാട് ഉണരുക. അവിടെയാണ് രാമരാജ്യം ഉണ്ടാവുക. അതാണ് ശ്രീരാമചന്ദ്രന്റെ ആ മുൻകരുതൽ. നമ്മൾ ശംഭൂകന്റെ വധം നടന്നു എങ്കിൽ അത് ശരിയായൊരു നീക്കമാണ്. സമയം ഞാൻ ഈ പറഞ്ഞ പോലെ ഉറക്കം പലരും ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിന്ന് പിൻവാങ്ങി പോയോ എന്ന് ചിലരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയമൊക്കെ തുടങ്ങുന്നുണ്ട്. എപ്പോഴും ഒരു മുൻകരുതൽ, മുൻകൂട്ടി വരാൻ പോകുന്ന ഭവിഷ്യം. ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾ വലിയ കുറ്റം ഒരിക്കൽ നമ്മൾ സ്പോർട്സിൽ ദ്രോണാചാര്യ അവാർഡ് കൊടുത്തപ്പോൾ എൻ്റെ നാട്ടുകാരനായ MP, ഇപ്പം അദ്ദേഹം മന്ത്രിയാണ് കേട്ടോ, എൻ്റെ നാട്ടുകാരനാണ്, അയൽവാസിയാണെന്നൊക്കെ പറയാം, അദ്ദേഹം ചാടിക്കളിച്ചു. അദ്ദേഹം MP, യുവ MP ആണ്. ദ്രോണാചാര്യരുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ മാനക്കേടാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? ഒരു ശിഷ്യന്റെ പെരുവിരൽ ഛേദിച്ചു വാങ്ങിയവനാണ്. ഒരു ശിഷ്യന്റെ പെരുവിരൽ ഛേദിച്ചു വാങ്ങിയ ദ്രോണാചാര്യരെ എങ്ങനെ നല്ല അധ്യാപകനായി കാണും? നല്ല അധ്യാപകനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുണ്ട ഓണപ്പട കൊടുത്ത് കാലി പിടിക്കേണ്ട ആളാ. എന്തുകൊണ്ട്? സർക്കാർ സ്കൂളിലെ അധ്യാപകനല്ല ദ്രോണാചാര്യര്. രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ നിയുക്തനാക്കിയ വ്യക്തിയാണ്. രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ നിയുക്തനാക്കിയ വ്യക്തി. രാജകുമാരന്മാർക്ക് പഠിപ്പിക്കുന്ന വിദ്യ മറ്റൊരാൾക്ക് കിട്ടരുത്. എളുപ്പം മനസ്സിലാക്കും. നമുക്ക് ആണവ വിദ്യയുണ്ട്, ഇന്ത്യക്ക് ആണവ വിദ്യയുണ്ട് അല്ലേ? നമ്മൾ അതിന്റെ ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കണു. ആരെങ്കിലും ഒളിച്ചു നിന്ന് അതൊക്കെ കേട്ട് പഠിച്ചാൽ നമ്മൾ അയാൾക്ക് പട്ടും വളയും കൊടുക്കൂ. ഇന്ത്യയുടെ ആണവ വിദ്യ ക്ലാസ് എടുക്കുന്നു. ആരെങ്കിലും അത് ഒളിച്ചു നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സൈനിക കാര്യങ്ങൾ ഒളിച്ചു നിന്ന് പഠിച്ചവന് പട്ടും വളയും കൊടുക്കുവോ, അതോ അവനെ എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുവോ? കാരണം അതൊരു രാജ്യത്തിന്റെ സുരക്ഷയാണ്. അവിടെ നിന്ന് നമ്മൾ ഈ കേട്ടാ സൂഹിക്കണ വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പലപ്പോഴും കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. ഇന്ത്യയുടേതൊന്നും ചൈനയുടേതൊന്നും പറഞ്ഞാലൊന്നും അല്ലെ, ആവണക്കണ്ണ വഴിക്കളിൽ വടികുത്തിയാലൊന്നും ഒരു രാജ്യത്തിന്റെ സുരക്ഷയോ അതിർത്തികളോ കാക്കാൻ പറ്റില്ല. ധീരമായ നടപടികൾ എടുക്കുന്നവർക്കേ പറ്റുള്ളൂ. അവിടെ ഭാരതം ഉണരുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കാരണം ഇത് പറഞ്ഞു മുഴുവിച്ചില്ലല്ലേ, ഏകലവ്യൻ രാജ്യത്തിന് പുറത്തുള്ള, അല്ലെങ്കിൽ പലപ്പോഴും രാജ്യത്തിനകത്ത് തന്നെ കലാപങ്ങൾ ഉണ്ടാകും, പുറത്തു നിന്നുള്ളവർ ഭരണം പിടിച്ചെടുക്കും. അത്തരം സന്ദർഭങ്ങളിൽ രാജകുമാരന്മാർക്ക് കിട്ടുന്ന വിദ്യ ചോർന്നു പോകാൻ പാടില്ല. അത് പഠിച്ചു എന്നറിഞ്ഞാൽ രാജഗുരു ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ. നമ്മൾ ഇവിടെ നിർത്തി ഏകലവ്യന്റെ കഥ. ബാക്കി ഏകലവ്യന് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയോ? കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്ത് ഏകലവ്യൻ വരുന്നുണ്ട്. കൗരവപക്ഷത്ത്
ഏകലവ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശം വേറെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ മുൻകൂട്ടി കാണാതെ നമ്മളിവിടെ ഇങ്ങനെ കാരണം സുഖിപ്പിക്കുന്ന, കേരളത്തിന് അതേ വേണ്ടി കുറച്ച് സുഖിപ്പിക്കണ വർത്താനം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ണാനില്ലേലും വേണ്ടിയില്ല, ഉടുക്കാനില്ലേലും വേണ്ടിയില്ല, അല്ലെ, സമാധാനം ഇല്ലേലും വേണ്ടിയില്ല, കുറച്ച് സുഖിപ്പിക്കണ കുറെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ അതല്ല ഒരു നാടിന് വേണ്ടത്. നട്ടെല്ല് ഉയർത്തി നിൽക്കാൻ സാധിക്കണം, ധീരമായ നടപടികൾ എടുക്കണം. എല്ലാം ഒരുപക്ഷെ കേട്ടാൽ സുഖമുള്ള നടപടിയൊന്നും ആവില്ല. പക്ഷേ നാടിന്റെ സമാധാനമാണ് വലുത്, അതിർത്തികൾ കാക്കലാണ് വലുത്, നാളേക്ക് വേണ്ടുന്ന പുരോഗതിയാണ് വലുത്. അല്ലാതെ എല്ലാവരും കൊട്ടണ താളത്തിനനുസരിച്ച് തുള്ളുക എന്നുള്ളതല്ല ഒരു ഭരണാധികാരികൾ നിക്ഷിപ്തമായ കടമയെങ്കിൽ ധീരതയോടെയുള്ള അത്തരം ഭരണകൂടത്തെ ലഭിക്കാൻ ഭാരതത്തിന് ഇന്ന് പുണ്യമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യ ഉണർന്നു. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ഈ നാട് ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ അരക്ഷിതമായ ന്യൂനപക്ഷത്തിന് ഭാരതമേ ഉള്ളൂ തോന്നാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നാകാം, ബംഗ്ലാദേശിൽ നിന്നാകാം, അഫ്ഗാനിസ്ഥാനിൽ നിന്നാകാം, അവിടെ നിന്നുള്ള അരക്ഷിത ന്യൂനപക്ഷം, അത് ഹിന്ദുക്കളാകാം, ക്രിസ്ത്യാനികളാകാം, അത് ജൂതന്മാരാകാം, പാഴ്സികളാകാം, സിഖുകാരാകാം, ആരുമാകാം, അവർക്ക് രക്ഷ ഇന്ത്യയാണ്. പക്ഷെ എന്തുകൊണ്ടോ ധീരമായ നടപടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. CAA എന്ന പൗരത്വ ഭേദഗതി ബില്ല് അത്തരമൊരു നീക്കത്തിലേക്കാണ്. നമുക്ക് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വരുന്ന ന്യൂനപക്ഷങ്ങളെ സാധാരണ പൗരത്വ നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ നാട്ടിൽ പൗരത്വം കൊടുക്കും. ധീരമായ നിലപാടാണ്. മുറിവുകൾ ഉണക്കിക്കൊണ്ട് ഭാരതം ഉണരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ ദേശസ്നേഹികളുടെ ആവശ്യമാണ് അവിടെ അംഗീകരിക്കപ്പെട്ടത്. ഭാരതത്തിന്റെ സുന്ദരമായ ഉദ്യാനം കാശ്മീരാണ്. അവിടെ വീണ്ടും ഉണരുന്നു. കാശ്മീർ ചിരിക്കുന്നു. കണ്ണീരിന്റെയും ചോരപ്പാടുകളുടെയും ഒക്കെ ഇടയിൽ നിന്ന് ഇന്ന് കാശ്മീർ ഉണരുന്നു. വീണ്ടും വിനോദസഞ്ചാരികൾ എത്തുന്നു, മഞ്ഞിൽ ഓടിക്കളിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പോകുന്നു, മഞ്ഞ് വാരി കളിക്കുന്നു. ഇതന്നെ ആഗ്രഹിച്ചത്. ആ മഞ്ഞൾ സർഗവസന്തം തീർക്കാൻ ഇന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നുവെങ്കിൽ അവിടെ ഉണ്ടാക്കിയ സമാധാനം 370 വകുപ്പ് നീക്കം ചെയ്ത് അതിശക്തമായ നടപടികളിലൂടെ കാശ്മീരിനെ അതിന്റെ പൂർവ്വകാല പ്രൗഢിയിലേക്ക് കൊണ്ടുവരുന്നു. മുറിവുകൾ ഉണങ്ങുകയാണ്. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ 48 പട്ടാൻകാരുടെ വേഷത്തില് പാക് സൈന്യം കടന്നു കയറിക്കൊണ്ടുണ്ടാക്കിയ മുറിവ്, സ്വതന്ത്ര ഇന്ത്യയെ ആഴത്തിലേൽപ്പിച്ച മുറിവ്, അതിനൊരു പരിഹാരമായി കൊണ്ട് കാശ്മീർ ഉണരുന്നു. പാക് അധീന കാശ്മീർ എന്നൊന്നും ഇല്ലാതെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അവിഭക്ത ഇന്ത്യയുടെ ഭാഗമാണ്. അതിൽ മറ്റൊരാൾക്കും അവകാശമില്ല, അങ്ങനെയൊന്നില്ല എന്ന് ശക്തമായി പ്രഖ്യാപിക്കുന്നു. മറ്റത് മാപ്പിലൊരു അതിർത്തിയും അല്ലെ, യഥാർത്ഥത്തിൽ വേറൊരു അതിർത്തിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ഞങ്ങളൊക്കെ എല്ലാ കാലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ അല്ലേ? നമ്മൾ പറയും മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ. പറഞ്ഞെങ്കിൽ ചെല്ലാൻ പറ്റില്ല. ഈ സാധനം കിടക്കുന്നത് പാക് അധീന കാശ്മീരിലാണ്. നമ്മൾ പഠിക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി. അങ്ങനെ സ്വന്തമെന്ന് പറയാനുള്ള ചങ്കൂറ്റത്തോട് പറയാൻ വയ്യ. പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു കുത്തുണ്ടല്ലോ, POKയുടെ അവിടെ അല്ലേ നിയന്ത്രണ രേഖ, അതിന്റെ അപ്പുറമാണ് ഈ മൗണ്ട് കേട്ടു കിടക്കുന്നത്. അങ്ങനെ കേട്ടതും കണ്ടതും ഒക്കെ അപ്പുറം കിടക്കുക. ഇന്ന് ധീരതയോടെ ഭാരതം പറയുന്നു പാക് അധീന കാശ്മീർ ഒന്നൊന്നുമില്ല, അത് ഭാരതത്തിന്റെ സ്വന്തമാണ്. അങ്ങനെ 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 ഏറെയുണ്ട്. ഉറങ്ങേണ്ടതല്ലേ അല്ലേ? അല്ല, ഉറങ്ങുന്നവന് മാത്രമേ ഉണരാൻ കഴിയുള്ളൂ. ഉണരാനുള്ള ശക്തി വേണമെങ്കിൽ നന്നായി ഉറങ്ങുന്നവന് മാത്രമേ വളരെ ഉണർവോടുകൂടി ഉണർന്നെഴുന്നേക്കാൻ പറ്റുള്ളൂ. ഭാരതത്തിനൊപ്പം നമ്മൾ ഉണരണം, രാഷ്ട്രത്തോടൊപ്പം നമ്മൾ ഉണരണം. എങ്കിൽ മാത്രമേ ഈ 2047 വിശ്വഗുരു എന്ന നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ. അടിമ മനോഭാവം തുടച്ചു നീക്കിക്കൊണ്ട് പൈതൃകത്തിലും പാരമ്പര്യത്തിലും അഭിമാനിച്ചുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പഞ്ചപ്രാൺ മോദിജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചപ്രാൺ 5 കാര്യങ്ങൾ ഓരോ പൗരന്മാരും ചെയ്തുകൊണ്ട് 2047 ഭാരതം ലോകഗുരു വിശ്വഗുരു സ്ഥാനത്തേക്ക് ഉയരും. അതിൻ്റെ ഇടയിൽ ചെറിയ 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 മൂളലും മുരളിലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അവിടെ മൂളും മുരളും ഒക്കെ ചെയ്യട്ടെ. കുറേ വിഷമങ്ങൾ അങ്ങനെ പെയ്തൊഴിഞ്ഞ് പോകട്ടെ. അതും അല്ലെങ്കിൽ അത് നമുക്കൊരു പക്ഷേ ഈ മറ്റേ സദ്യക്ക് എല്ലാ സാധനവും വിളമ്പുമ്പോൾ അല്ലേ ലേശം കയ്പുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ വേപ്പിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. അതുപോലെ വേറിട്ടൊരു ടേസ്റ്റിന് വേണ്ടിയെങ്കിലും അതൊക്കെ നിലനിൽക്കട്ടെ. അവരെ കൂടി നമിച്ചുകൊണ്ട് ഉണരുന്ന ഭാരതത്തിലെ മുറിവുകൾ ഉണങ്ങി ഉണരുന്ന ഭാരതത്തിലെ ശക്തരായ പൗരന്മാരായി മാറാൻ നമുക്ക് കഴിയട്ടെ. അത്തരം പൗരന്മാരുടെ സൃഷ്ടിക്ക് വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതത്തെ ഉയർത്താൻ 112 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ അസ്തിത്വം, ഈ നാടിൻ്റെ സ്വത്വം, ഈ നാടിൻ്റെ വ്യക്തിത്വം ഹിന്ദുത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിലനിർത്താൻ വേണ്ടുന്ന നടപടികൾ എടുത്ത ഈ
ഹിന്ദു മഹാമണ്ഡലത്തിന് തുടക്കം കുറിച്ച മഹാരഥന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം. ശ്രീമതി ശശികല ടീച്ചർക്ക്